ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്ന സമയത്ത് 3 ശ്ലോകങ്ങളോടുകൂടിയാണ് വാസ്തവത്തിൽ ആരംഭിച്ചത്. 3 ശ്ലോകങ്ങൾ എന്നും പറയേണ്ടതില്ല, 3 വാക്കുകൾ എന്ന് പറയുകയാണ് കുറച്ചുകൂടി ശരിയാവും. ആരംഭിക്കുമ്പോൾ ആദ്യമായിട്ട് 3 വാക്കുകളിലൂടെ ഭാഗവതത്തിന്റെ വിഷയത്തെ നമുക്ക് പറഞ്ഞുതരാം. സത്യം പരം ധീമഹി, പരമമായ സത്യത്തെ ഞങ്ങൾ ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിന് കുറേ പ്രത്യേകതകൾ പറയാറുണ്ട്. ഇന്ന് പരമമായ സത്യം, അതാണ് അതിലെ ആദ്യത്തെ ഒരു വാക്ക്. രണ്ടാമത് ഞങ്ങൾ എന്നുള്ളതാണ് പിന്നെ ഒന്നുള്ളത്. ധ്യാനിക്കുന്നു എന്ന് മൂന്നാമത്തെ വാക്ക്. ഇത് 3നും വളരെ പ്രത്യേകതകളുണ്ട്. ഇതിൽ പരമമായ സത്യം, അതാണ് ഭാഗവതത്തിന്റെ വിഷയം എന്ന് പറയാറുണ്ട്. സാധാരണ പൊതുവെ ഭാഗവതത്തെ കുറിച്ച് ചോദിച്ചാൽ നമുക്കൊക്കെ സാധാരണ നമ്മൾ പറയാറുള്ളത് ഭാഗവതം എന്ന് പറഞ്ഞാൽ എന്താ, ഭഗവാന്റെ കഥയാണെന്നും ഭഗവാനെ കുറിച്ചാണെന്നും ഭഗവത് തത്വങ്ങളെ കാണിച്ചു തരാനാണെന്നും ഭഗവാന്റെ ചരിത്രത്തെ നമുക്ക് പകർന്നു തരാനാണെന്നും ഒക്കെ പറയാറുണ്ട്. പക്ഷെ ഭാഗവതം തുടങ്ങുമ്പോൾ അതിൻ്റെ ആമുഖമായിട്ട് പറയണത് ഇതൊന്നുമല്ല. ഭാഗവതത്തിൽ എന്താ പറയുള്ളത്? അത് പരമമായ സത്യമാണ് ഭാഗവതത്തിലെ വിഷയം. ഇപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, പരമമായ സത്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് അഥവാ അത് കാണിച്ചു തന്നിട്ട് ഇപ്പം നമുക്കിപ്പോൾ എന്താ ആവശ്യം? നമുക്കിപ്പോൾ ഒരാവശ്യം വേണ്ടേ? പിന്നെ ആവശ്യമൊന്നുമില്ലാത്തൊരു കാര്യം നമ്മളോട് ഇങ്ങനെ കുറേ സംസാരിച്ചിട്ട് എന്താ വേണ്ടത്? ഇപ്പം പരമമായ സത്യത്തെ നമുക്ക് കാണിച്ചു തരണം എന്തിനാണ്? ഇവിടെ ഋഷികൾ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അഥവാ എന്തിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമുക്ക് കാണിച്ചു തരാം. നമ്മളൊക്കെ എന്തിനു വേണ്ടിയാണ് ജീവിക്കേണ്ടത്? നമുക്ക് പല സങ്കല്പങ്ങളുണ്ട്. ജനിച്ചാൽ മരിക്കണവരെ മനുഷ്യന് പല ആഗ്രഹങ്ങളുണ്ട്, എന്തൊക്കെയോ സ്വപ്നങ്ങളുണ്ട്, നേടിയെടുക്കാനുള്ളതായിട്ട് പലതും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ കുറേ ഉണ്ട് നമ്മുടെ ഇടയിൽ. അപ്പം അതിൻ്റെ ഇടയിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ശരിക്കും ജീവിക്കേണ്ടത് എന്ന് നമുക്ക് ആദ്യം കാണിച്ചു തരാം. അഥവാ മനുഷ്യനായിട്ട് ജനിച്ചാൽ നമ്മളുടെ മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യജന്മത്തിന്റെ ഉദ്ദേശം ഋഷി നമ്മളോട് പറയണത് സത്യസാക്ഷാത്കാരമാണ് ഉദ്ദേശം. ഈ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുവേണ്ടിയാണ് മനുഷ്യനായിട്ട് ജനിച്ചത്. ബാക്കി മറ്റ് ജീവജാലങ്ങളായിട്ടോ പക്ഷി മൃഗാദികളോ സസ്യലതാദികളോ തൊട്ടിട്ട് സൂക്ഷ്മജീവികളോ തൊട്ടിട്ട് അങ്ങനെ അനേകം പലതരത്തിലും ജനിക്കുന്നുണ്ട്. ആ ജനനങ്ങളിലോ ആ ജീവന്മാർക്കോ ഒന്നും തന്നെ സത്യസാക്ഷാത്കാരം പൂർണ്ണമായും സാധ്യമല്ല. അത് മനുഷ്യനെ സാധിക്കണം. അതിനു വേണ്ടിയാണ് നമുക്കൊക്കെ മനുഷ്യജന്മം കിട്ടിയത്. അഥവാ ജന്മാന്തരങ്ങളിൽ നമ്മൾ തന്നെ ചെയ്തു വെച്ച പുണ്യത്തിന്റെ ഫലമായിട്ട് നമ്മൾ മനുഷ്യജന്മം ആർജിച്ചെടുത്തത്, നമ്മൾ തന്നെ നേടിയെടുത്തതാണ്. അങ്ങനെ നമ്മൾ തന്നെ നേടിയെടുത്തത് ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ്. ഇത് ആമുഖമായിട്ട് പറഞ്ഞു. എന്നിട്ട് എന്താണ് സത്യം എന്നാണ് ഇനി പറയാനുള്ളത്. പരമമായ സത്യം എന്താണ്? അപ്പൊ പരമമായ സത്യം എന്നൊരു വാക്ക് പറയുമ്പോൾ അവിടെ ഒരു വിഷയം വരുന്നത് എന്താ വെച്ചാൽ, പരമമായ സത്യം വെച്ചാൽ എന്താ, അഥവാ എന്തിനാണ് പരമമായ എന്നൊരു വിശേഷണം കൊടുക്കുന്നത്? സത്യം എന്ന് പറഞ്ഞാൽ പോലെ നമ്മൾ സാധാരണ സത്യം എന്നല്ലേ പറയും. എന്തിനാ അങ്ങനെ ഒരു വിശേഷണം പ്രത്യേകിച്ച് എടുത്തു കൊടുക്കണത്? അപ്പൊ അവിടെ സത്യത്തിന് പല നിർവചനങ്ങൾ പറയണം. ഒന്ന്, പലതരത്തിലുള്ള സത്യങ്ങളുണ്ട്. വ്യാവഹാരിക തലത്തിലുള്ള സത്യം, പിന്നെ ആത്യന്തികമായ സത്യം. അങ്ങനെ 2 എണ്ണം ഉണ്ട്. വ്യാവഹാരിക സത്യം എന്ന് പറഞ്ഞാൽ എന്താ? വ്യവഹാരത്തിൽ നമ്മൾ കാണുന്ന പലതും. ആത്യന്തികമായിട്ട് അതിന് പുറകിലാണ്. അപ്പോൾ നമ്മൾ ഫർണിച്ചർ കാണുന്നുണ്ട്, മരം കൊണ്ടുള്ള മനോഹരമായ കൊത്തുപണികൾ. അവിടെയും കുറേ ഉണ്ട്, ഇവിടെയുണ്ട്. ഇവിടെ വരുമ്പോഴുള്ള ഏറ്റവും മനോഹരമായ കാഴ്ച വന്നതാണ് ഈ നാടകശാലയുടെ കൊത്തുപണികൾ. നല്ല രസമാണ്. മുകളിലൊക്കെ നമ്മൾ അവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഇപ്പൊ സ്ഥിരം വരുന്ന ആൾക്കാർ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അതിപരിചയം കൊണ്ട് ചിലപ്പോൾ നമ്മൾ അതിനങ്ങോട്ട് വിട്ടുപോകും. ഇവിടെ പിന്നെ ആ പുറത്തേക്ക് പോകുമ്പോൾ ഗുരുവായൂർ നടയിലേക്ക് കാരണം അപ്പുറത്ത് ഇവിടെയൊക്കെയുള്ള ഓരോരോ വ്യത്യസ്തമായ പണിത്തരങ്ങൾ, മനോഹരമായ കാഴ്ചയാണ്. നല്ല ഒരു ഭംഗിയായിട്ട് ഉണ്ടാക്കി വെച്ച ഒരു കൊത്തുപണി. അതൊരു മരമാണ്. അപ്പൊ ഈ കാണുന്ന പണിത്തരത്തിന്റെ പുറകിൽ എന്താ ഉള്ളത്? അതൊരു മരമാണ്. അങ്ങനെ പുറകോട്ട് ഓരോന്നിൻ്റെയും പുറകോട്ട് നോക്കി ആഭരണങ്ങളുടെ പുറകിൽ എന്താ ഉള്ളത്? സ്വർണമാണുള്ളത്. ഇങ്ങനെ ഓരോന്നിൻ്റെയും പുറകിൽ. അപ്പോൾ ആഭരണം വ്യവഹാര തലത്തിൽ സത്യമാണ്. കഴുത്തിൽ അത് ഒരു പെൺകുട്ടി താലിയായിട്ട് അണിയുമ്പോൾ അതിന് മൂല്യം വളരെ കൂടുതലായി. താലിയാണ് എന്നുള്ള ഒരു മൂല്യം ഉണ്ട്, അല്ലെങ്കിൽ വിവാഹ മോതിരമാണെന്ന് പറഞ്ഞിട്ടുമ്പോൾ അതിന് മൂല്യം ഉണ്ടാവുക.
നേരെ തിരിച്ച് ഒരു കള്ളൻ ആ താലി പൊട്ടിച്ച് പറിച്ചു കൊണ്ടുപോകുന്ന കള്ളനെ സംബന്ധിച്ച് അത് എന്തുമാത്രം, അയാൾക്കത് താലിയൊന്നുമല്ല, അത് സ്വർണ്ണമാണ്. വിറ്റാൽ വില കിട്ടുന്ന ഒരു വസ്തു മാത്രമാണ്, അത് സ്വർണമായിട്ട് മാറുകയാണ്. അപ്പൊ ആഭരണം അതിന് ഒരു മൂല്യം നമ്മൾ അധികം ചേർത്തിട്ട് താലി ആയി. കള്ളനെ സംബന്ധിച്ച് അത് തസ്കര ബുദ്ധിയിൽ അതെന്ത് മാത്രമാണ്, സ്വർണം മാത്രമാണ്. സത്യം സ്വർണമാണ്. അത് വ്യവഹാര തലത്തിൽ താലി എന്ന വേറെ ഒരു സത്യമായിട്ട് മാറും. അപ്പൊ വ്യാവഹാരിക സത്യം താലിയാണ്, ആത്യന്തിക സത്യം സ്വർണ്ണമാണ്. ഇങ്ങനെ പ്രപഞ്ചത്തിലെ ഓരോ വിഷയത്തെയും നമുക്ക് അങ്ങനെ നോക്കിക്കാണാം. വ്യാവഹാരിക സത്യവും ആത്യന്തിക സത്യവും. ഇങ്ങനെ ലോകത്തിൽ കാണുന്ന എല്ലാറ്റിനെയും, നമ്മള് നമ്മുടെ ചുറ്റുപാടും കാണുന്ന, പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാറ്റിനെയും പരിശോധിച്ച് നോക്കിയാൽ ഇതൊക്കെ ഒരു തരത്തിൽ വ്യാവഹാരിക സത്യമാണ്. മറ്റ് മനുഷ്യരുണ്ട്, ജീവജാലങ്ങളുണ്ട്, ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും, അങ്ങനെ വളരെ വലിയൊരു പ്രപഞ്ചം, ദൃശ്യ പ്രപഞ്ചം നമ്മൾ കാണുന്നുണ്ട്. അത് വ്യാവഹാരിക തലത്തിൽ ഒരു സത്യമായിട്ട് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. താലി പോലെ അല്ലെങ്കിൽ മോതിരം പോലെ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ താലിയുടെ പുറകിൽ ഒരു മാല സ്വർണം ഇങ്ങനെ പുറകോട്ടുള്ളത് പോലെ ഈ വ്യാവഹാരിക സത്യത്തിന്റെ പുറകിലും ഒരു ആത്യന്തിക സത്യം വേറെ ഒന്നുണ്ട് എന്ന് യുക്തി കൊണ്ട് ചിന്തിക്കുകയാണ് നമ്മൾ, യുക്തി കൊണ്ട് ആലോചിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുറപ്പിക്കണം നമ്മളൊക്കെ ആ സത്യം എന്താണ് എന്ന് അന്വേഷിക്കുക. ഇവിടെ ഈ അന്വേഷണം കൊണ്ട് എന്താ പ്രയോജനം? ആ സത്യത്തെ സാക്ഷാത്കരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിനൊരു പൂർണ്ണത നമുക്ക് ഉണ്ടാവുക. കാരണം നമ്മൾ മനുഷ്യന്റെ ജനിച്ച അപ്പം തൊട്ട് മനുഷ്യന്റെ ഉള്ളിൽ ഒരു അന്വേഷണമുണ്ട്. ഇന്നത്തെ പല കഥകളിലും പലതവണ ആവർത്തിക്കാൻ പോകുന്നത് ഇതേ വിഷയമാണ്, ഇതേ ആശയമാണ്. നമ്മൾ ജനിച്ച അപ്പം തൊട്ടിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യങ്ങളുണ്ട്, എന്തോ ഒന്ന് കിട്ടാനുണ്ട്, എന്തോ ഒന്ന് നേടാനുണ്ട് എന്നൊരു ത്വര നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. ജനിച്ച ഉടനെ ചെറിയ കുഞ്ഞു കുട്ടിയായിരിക്കുന്ന സമയത്ത് അമ്മിഞ്ഞപ്പാല് കിട്ടിയാൽ മതി, പിന്നെ അത് കഴിഞ്ഞ് കളിപ്പാട്ടങ്ങൾ വേണമെന്നായി, പിന്നെ ഇങ്ങനെ വലുതായി പോയി ഇണ വേണമെന്നും ഇര വേണമെന്നും ഭക്ഷണം കിട്ടണമെന്നും ഇണയെ കിട്ടണമെന്നുള്ള ആഗ്രഹവും, പിന്നെ വീടുണ്ടാക്കണമെന്നും കാറുണ്ടാക്കണമെന്നും പേരും പ്രശസ്തിയും കിട്ടണമെന്നും മറ്റുള്ളവർ എന്നെ അംഗീകരിക്കണമെന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് പരന്ന് വലുതായിട്ട് ഇങ്ങനെ വരുന്ന ഒരു ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഓടി നടക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഓടി നടന്ന് ഈ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ ചിലത് കിട്ടുന്ന സമയത്ത് ഒരു സന്തോഷം, കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ സന്തോഷം അവസാനിച്ചു പോകും. അപ്പൊ ഒരു പൂർണ്ണ തൃപ്തി വരണില്ല. അപ്പൊ ഋഷികൾ അന്വേഷിച്ചത് എപ്പോഴാണ് മനുഷ്യന് പൂർണ്ണമായ തൃപ്തി വരിക? ഇനി എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ ഇനി ഒന്നും വേണമെന്ന് തോന്നുന്നില്ല. നമുക്ക് ആകെ തോന്നുന്ന സമയം എപ്പോഴാണ്? ഉച്ചയ്ക്ക് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, വയറേറിയ ഭക്ഷണമൊക്കെ കഴിച്ച്, ഇനി ഒരു വറ്റ് ഉള്ളിലേക്ക് ഇടാൻ സ്ഥലമില്ലാത്ത തരത്തില് വയറൊക്കെ നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ കുറച്ചും കൂടി ഭക്ഷണം വേണമെന്ന് ഒരാൾ ചോദിച്ചാൽ വേണ്ടെന്ന് പറയാം. അപ്പൊ നമ്മളാകെ വേണ്ട മതി എന്ന് പറയാൻ പറ്റുന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഋഷി ആലോചിച്ചത് അതുപോലെ മതി, എനിക്കിനി ഒന്നും വേണമെന്ന് തോന്നുന്നില്ല എന്ന ഒരവസ്ഥ ലോക ജീവിതത്തിൽ സാധ്യമാണോ? അങ്ങനെ മനുഷ്യന് സാധിക്കുമോ? ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അത് സാധിക്കുമോ എന്ന അന്വേഷിച്ച് വന്നപ്പോഴാണ് ഋഷികൾ ഒരു ഉത്തരത്തിലെത്തിയത്. അതിന് സത്യത്തെ സാക്ഷാത്കരിക്കണം. കാരണം വാസ്തവത്തിൽ നമ്മൾ ഈ അമിഞ്ഞപ്പാല് കിട്ടണമെന്നും ഭക്ഷണം കിട്ടണമെന്നും കളിപ്പാട്ടം കിട്ടണമെന്നും ഇണയെ കിട്ടണമെന്നും കൂട്ടുകാർ വേണമെന്നും പേര് കിട്ടണമെന്നും പ്രശസ്തി കിട്ടണമെന്നും ഒക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ അന്വേഷണത്തിനിടയിലൂടെ വാസ്തവത്തിൽ അന്വേഷിക്കണത് എന്താ? പൂർണ്ണ തൃപ്തിയാണ്, ആനന്ദമാണ്. ഋഷി ഉപയോഗിച്ച വാചകം, മഹാത്മാക്കൾ, നമ്മുടെ വൈദിക ഋഷിമാർ ഉപയോഗിച്ച വാചകം ആനന്ദം എന്നാണ്. നമ്മൾ അന്വേഷിക്കണത് എന്താ? ആനന്ദമാണ്. ഈ ആനന്ദത്തെ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിച്ചു നോക്കി, അപ്പൊ കുറച്ചേരം ഒരു ആനന്ദം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ കൂട്ടുകാരെ ഇണയെ സംഘടിപ്പിച്ചു, അല്ലെങ്കിൽ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ട കാര്യങ്ങളൊക്കെ വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടു. അപ്പോഴൊക്കെ നമുക്ക് ഇത്തിരി ഒരു ആനന്ദം കിട്ടി. അപ്പൊ ഋഷി അന്വേഷിച്ചപ്പോൾ വേറൊരു കാര്യം കണ്ടുപിടിച്ചത്, ഈ ആനന്ദം ഉണ്ടല്ലോ ഭക്ഷണം കഴിച്ചത് കൊണ്ട് വന്നതല്ല. പിന്നെയാവും ഭക്ഷണം കഴിച്ചപ്പോൾ ഭക്ഷണം വേണമെന്ന ആഗ്രഹം തൽക്കാലത്തേക്ക് അവസാനിച്ചപ്പോൾ ഒരാനന്ദം ഉണ്ടായി. അപ്പൊ ആനന്ദം ഇല്ലാത്ത അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഭക്ഷണം വേണം, ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് അസ്വസ്ഥത ഒക്കെ ഉണ്ടായിരുന്നു. ആ അസ്വസ്ഥത അവസാനിച്ചപ്പോൾ ആനന്ദം ഉണ്ടായി. ഋഷികൾ ഇത് അന്വേഷിച്ചിട്ട് ഈ സത്യത്തെ സാക്ഷാത്കരിക്കുന്നിടത്താണ് ആനന്ദം എന്ന് തിരിച്ചറിഞ്ഞ ഋഷി അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചു. അപ്പൊ ഈ പറഞ്ഞു വന്ന ഒരു ക്രമം ആലോചിക്കണം. പ്രപഞ്ചം കാണപ്പെടുന്നത് മുഴുവൻ ഒരു വ്യാവഹാരിക സത്യമാണ്. ഇതൊന്നും ഇല്ല എന്ന് നമ്മുടെ ഋഷികൾ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇതൊക്കെ മായയാണ്
എന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇല്ല എന്നല്ല അർത്ഥം. ഇതൊന്നും ഇല്ല, ഇതൊക്കെ ഉണ്ട് നമ്മുടെ വ്യവഹാരത്തിൽ, ഇതൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ അതിന് പുറകിൽ മറ്റെന്തോ ഒന്നും കൂടി ഉണ്ട്. ആ മറ്റെന്തോ ഒന്നിനെയാണ് തിരിച്ചറിയേണ്ടത്. അതിനെ സാക്ഷാത്കരിച്ചാലാണ് ആനന്ദം എന്ന് ഋഷികൾ അന്വേഷണത്തിൽ കണ്ടെത്തി. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തിയ ഋഷികൾ നമുക്ക് പറഞ്ഞു തന്നതാണ് ഈ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും. അപ്പൊ അതാണ് ആത്യന്തികമായ ആനന്ദം നമുക്ക് തരിക. അങ്ങനെ ലഭിക്കുന്ന ആനന്ദം അത് തീർന്നു പോവില്ല. തീർന്നു പോവില്ല എന്ന് വെച്ചാലോ, നമ്മളില്ലാതെ ആയാലും ഞാൻ ഈ കാണുന്ന ശരീരവും ബുദ്ധിയും ഈ വ്യവഹാരമുണ്ട്, ഇതില്ലാതെ ആയാലും തീരാത്ത ഒരു ആനന്ദമാണത്. കാരണം അത് ശരീരത്തെ സംബന്ധിച്ചതല്ല. ഭക്ഷണം കഴിച്ചിട്ടോ മറ്റുള്ളത് കിട്ടണതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ട അതിൻ്റെയും അപ്പുറത്തെ തലത്തിലാണ് ആനന്ദം. അതുകൊണ്ട് അത് ഒരിക്കലും അവസാനിക്കില്ല എന്ന ഒരു ആനന്ദമുണ്ട്. അതിനു വേണ്ടി പരിശ്രമിക്കൂ എന്ന് ഋഷികൾ നമ്മളോട് ഓർമ്മിപ്പിച്ചു. അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടായി, ഇനി അതിനുവേണ്ടി എന്താ ചെയ്യുക? ഈ സത്യത്തെ സാക്ഷാത്കരിക്കാൻ എന്താ വേണ്ടത്? നമ്മൾക്ക് സാധാരണ നമ്മുടെ ഒരു നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതി എന്താ? കുറെ അധ്വാനിക്കുക, എന്നിട്ട് എന്തോ ഒരു സാധനം കിട്ടുക, അതാണ് നമ്മുടെ ഒരു രീതി. ഭക്ഷണം ഉണ്ടാക്കണം, രാവിലെ എണീക്കുന്നു, ഇന്ന സാധനങ്ങളൊക്കെ കഷ്ണങ്ങളൊക്കെ മുറിക്കുന്നു, അല്ലെങ്കിൽ അരിയെടുപ്പത്തിട്ടുന്നു, ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഓടിക്കളിക്കുന്നു, ബഹളം വയ്ക്കുന്നു. എന്നിട്ട് ഈ ഒരു സാധനം തയ്യാറാക്കിയിട്ട് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു 1.5-2 മണിക്കൂർ അധ്വാനം. എന്നിട്ടോ കഷ്ടിച്ച് 2 ഇഞ്ച് നീളത്തിലൊരു നാവ്. ഈ 2 ഇഞ്ചിലൂടെ കടന്നു പോകാൻ എത്ര സെക്കൻഡ് എടുക്കും? എത്ര സെക്കൻഡ് എടുക്കും? അത്രേ ഉള്ളൂ. ആ ഒരു 2 ഇഞ്ച് നാവിലൂടെ അകത്തേക്ക് കടന്നുപോയി അകത്തെത്തി കഴിഞ്ഞാൽ പിന്നെ അത് ഇഡ്ഡലി കഴിച്ചാലെന്ത്, ദോശ കഴിച്ചാലെന്ത്, പിന്നെല്ലാം ഒരേപോലെ തന്നെ. പിന്നെന്ത് വ്യത്യാസമുണ്ട്? പിന്നെ ഒന്നുമില്ല. പിന്നെ അകത്ത് കയറിയ ഒക്കെ തന്നെ എല്ലാം കൂടി ഒന്നിച്ച് കലക്കി ഒന്നിച്ച് അകത്ത് വൈശ്വാനരനായിട്ട് നാരായണൻ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഇതെല്ലാം കൂടി അകത്ത് വെച്ചിട്ട് കലക്കും. അതൊക്കെ കണക്ക് തന്നെ. പിന്നെന്താ വ്യത്യാസം? അപ്പോൾ ഈ 2 ഇഞ്ച് നാവിലൂടെ കടന്നു പോകുന്ന ഏതാനും സെക്കൻഡ് നേരത്തെ ആനന്ദത്തിന് വേണ്ടിയിട്ട് എത്ര വലിയ അധ്വാനം എടുക്കണം നമ്മൾ? അപ്പോൾ വളരെ വലിയൊരു അധ്വാനത്തിന് ശേഷം ഇത്തിരി സുഖം എന്നതാണ് ലോകനീതി. അങ്ങനെയാണ് നമ്മുടെയൊക്കെ ശീലം. അപ്പൊ നമ്മൾ അതേ ധാരണയിൽ സത്യത്തെ സാക്ഷാത്കരിക്കാനും കുറെ അധ്വാനിക്കാനുണ്ട്, കുറെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, കുറെ എന്തോ ചെയ്തിട്ട് നേടിയെടുക്കണം എന്ന ഒരു ധാരണ നമുക്ക് വരുമ്പോഴാണ് ഋഷികൾ നമ്മളോട് പറഞ്ഞു തരുന്നത്, വേണ്ട, നിങ്ങൾ അങ്ങനെ ഓടി നടന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ ആനന്ദം ഭക്ഷണം കഴിച്ചത് കൊണ്ട് കിട്ടിയെന്നോ, അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചത് കൊണ്ട് കിട്ടിയെന്നോ, വേറെ ആരെങ്കിലും ഒക്കെ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞത് കൊണ്ട് കിട്ടിയെന്നോ വിചാരിക്കുന്ന ഒന്നല്ല. മറിച്ച് ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ആ ഉള്ളിലുള്ളത് എന്തോ ചില കാരണങ്ങളാൽ നമ്മൾ മറന്നുപോയതാണ്. അതിന് ആചാര്യന്മാർ പറയാറുള്ള ഉദാഹരണം ഈ എന്താ പറയുക, വിസ്മൃത കണ്ഠമണി എന്നൊക്കെ. മറന്നുപോയ കഴുത്തിലണിഞ്ഞിട്ടുള്ള മാല. അപ്പൊ കുറേ സ്ഥിരമായിട്ട് മാല ധരിച്ചു കഴിയുമ്പോഴേ ചിലപ്പോൾ അതവിടെ ഉണ്ടോയെന്ന് നമ്മുടെ ശരീരത്തിൽ അതുണ്ട് എന്നുള്ളൊരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഇടയ്ക്ക് നമ്മളൊന്ന് തപ്പി നോക്കും, ഇവിടെ തന്നെ അല്ലേ, ഉണ്ടോ? ഉണ്ട്. അത് തൊട്ട് നോക്കുമ്പോൾ അവിടെ ഉണ്ട് സമാധാനം. അപ്പൊ ഉണ്ടോ എന്ന് നമ്മൾ തന്നെ മറന്നുപോയ ഒന്നിനെ തെരഞ്ഞു നോക്കി കണ്ടുപിടിക്കുന്നത് പോലെ വാസ്തവത്തിൽ തെരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല, അത് ഇവിടെ തന്നെ ഉണ്ട്. പോയിട്ടില്ല, കണ്ടുപിടിക്കണമെങ്കിൽ അത് പോണ്ടേ. പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നമ്മൾ മറന്നുപോയ കുഴപ്പമുള്ളൂ. ഈ ആനന്ദവും ഇതുപോലെയാണ്. അത് മറന്നുപോയതല്ല, നഷ്ടമായി പോയതല്ല, മറിച്ച് അത് എവിടെയാണെന്ന് നമുക്കൊരു ഓർമ്മയില്ലാത്ത അവസ്ഥയുള്ളൂ. എടുത്തോളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിസ്മരിക്കപ്പെട്ട ആനന്ദത്തെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി കുറെ അധ്വാനിക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറിച്ച് സ്വസ്ഥമായ ഒരു ഭാഗത്ത് ഇരുന്ന് ധ്യാനിക്കൂ, ആ ആനന്ദത്തെ സാക്ഷാത്കരിക്കൂ. അതാണ് നമ്മുടെ ആത്യന്തികമായ ഉണ്മ, അതിൻ്റെ സത്യം. നമ്മുടെ ആത്യന്തികമായ സത്യം അതാണ് എന്ന് ഋഷികൾ ഓർമ്മിപ്പിച്ചത്. ഇതാണ് ഭാഗവതം കൊണ്ടും പറയാനുള്ള വിഷയം. ഇത് ഒരു തവണ പറഞ്ഞിട്ട് നമുക്ക് പലർക്കും മനസ്സിലായില്ല. അപ്പൊ എന്ത് ചെയ്തു ഋഷികൾ? ആദ്യം വേദത്തിൽ പറഞ്ഞു തന്നു, ആദ്യം മൗനമായിട്ട് ഉപദേശിച്ചു. ദക്ഷിണാമൂർത്തി മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം മൗനമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ മനസ്സിലായി കുറെ ആൾക്കാർക്ക്. സനകാദികൾക്കൊക്കെ അപ്പൊ കേട്ടപ്പോൾ മനസ്സിലായി. അത് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാക്കായിട്ട് ഭഗവാൻ ആവിഷ്കരിക്കപ്പെട്ടു, വേദമായിട്ട് ശ്രുതിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടു, എന്നിട്ട് പറഞ്ഞു തന്നു. കുറെ ആൾക്കാർക്ക് അപ്പം മനസ്സിലായി, പല ഋഷികൾക്കൊക്കെ അത് മനസ്സിലായി. വേറെ കുറെ ആൾക്കാർക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പൊ വേദത്തെ വീണ്ടും വ്യാഖ്യാനിച്ച് പല രീതിയിൽ ഉപനിഷത്തുകളായിട്ടും അതുപോലെ ഇതിഹാസങ്ങളായിട്ടൊക്കെ വീണ്ടും വ്യാഖ്യാനിച്ചു തന്നു. അപ്പൊ കുറെ ആൾക്കാർക്ക് അപ്പം മനസ്സിലായി. അപ്പൊ അവര് അവിടെ ആനന്ദത്തെ സാക്ഷാത്കരിച്ചു. പിന്നെയും കുറെ ആൾക്കാർക്ക് ഈ അങ്ങനെ പറഞ്ഞു തന്നിട്ടും മനസ്സിലായില്ല, കഥയായിട്ട് പറഞ്ഞു തന്നിട്ട് അപ്പോഴും മനസ്സിലായില്ല. അപ്പൊ അവർക്ക് വേണ്ടി കുറേയും കൂടി വിസ്തരിച്ചിട്ട് പുരാണങ്ങളായിട്ടും മറ്റു ചില ഉപദേശങ്ങളായിട്ടും ഒക്കെ പറഞ്ഞു തന്നു. കുറെ ആൾക്കാർക്ക് അപ്പം മനസ്സിലായി, വേറെയും കുറെ ആൾക്കാർക്ക് അപ്പോഴും മനസ്സിലായില്ല. അപ്പോഴോ ആചാര്യന്മാര് വീണ്ടും വീണ്ടും പല രൂപത്തിൽ അവതരിച്ച് ഗുരുപരമ്പര നമുക്ക് വേണ്ടി അന്ന് മൗനമായിട്ട് എന്താണോ പറഞ്ഞത്
പിന്നെ ശ്രുതിയായിട്ട് എന്താണോ പറഞ്ഞത്, പിന്നെ ഉപനിഷത്തുകളായിട്ടും ഇതിഹാസങ്ങളായിട്ടും എന്താണോ വർണ്ണിക്കപ്പെട്ടത്, പുരാണങ്ങളായിട്ട് എന്തൊക്കെയാണോ വർണ്ണിക്കപ്പെട്ടത്, ഇതൊക്കെ തന്നെ വീണ്ടും പല രൂപത്തിൽ ഇതിനെയൊക്കെ തന്നെ ആവർത്തിച്ച് പല രീതിയിൽ ഗുരുപരമ്പര നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരും. അപ്പൊ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഇതാണ് ക്രമം. ഈ പരമമായ സത്യത്തെയാണ് ഇവിടെ വർണ്ണിക്കാനുള്ളത്. അപ്പൊ ഭാഗവതത്തിലും ഇതേപോലെ വർണ്ണിച്ചു തരാനുള്ള വിഷയം എന്താ? പരമമായ സത്യമാണ്. ഈ സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള മാർഗം ധ്യാനമാണ്. ഇനി ഭാഗവതത്തിൽ പ്രത്യേകമായിട്ട് ചിലത് പറഞ്ഞു തരാനുണ്ട്. ഓരോ രീതിയിൽ ഓരോ ഗ്രന്ഥങ്ങൾ ഓരോ രീതിയിൽ പറയുകയാണല്ലോ. ഭാഗവതം ധ്യാനിക്കാൻ പറഞ്ഞു തരണം. അപ്പൊ പല രീതിയിലുള്ള ധ്യാനമുണ്ട്. നമുക്ക് സുപരിചിതമായിട്ട് നമ്മൾ ധാരാളം കേൾക്കണതൊക്കെ എന്താ, ഏതെങ്കിലും മരച്ചോട്ടിൽ പോയിട്ടിരിക്കുന്നതോ, വല്ല ഹിമാലയത്തിലോ വല്ല ഗുഹയിലൊക്കെ പോയിട്ടിരിക്കണതോ, അല്ലെങ്കിൽ ഗംഗയുടെയോ യമുനയുടെയോ ഒക്കെ തീരത്ത് പോയിട്ടിരുന്നിട്ടോ, ഇനി അതല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തൊക്കെ പോയിട്ട് കണ്ണടച്ച് ഏകാന്തമായിട്ട് ഇരുന്ന് ഏകാഗ്രമായി പുറത്തു നിന്നുള്ള ബഹളങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി നിശബ്ദമായിട്ട് ഏകാന്തമായിട്ട് ഇരുന്ന് ധ്യാനിക്കുന്നതിനെ കുറിച്ചാണ് നമുക്ക് കൂടുതൽ പരിചിതമായിട്ടുള്ളത്. പക്ഷെ ഭാഗവതം നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെ ബാഹ്യമായ വ്യവഹാരങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ട്, ചുറ്റുപാടുള്ള ശബ്ദങ്ങളൊക്കെ ഇല്ലാണ്ടാക്കി, ചുറ്റുപാടുള്ള ആളുകളെയൊക്കെ ഓടിച്ചുവിട്ട്, ചുറ്റുപാടുള്ള സ്ഥലത്ത് നിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചോടി പോയി ഇരുന്ന് എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് ധ്യാനിക്കുന്നതാണെങ്കിൽ അവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ, അങ്ങനെ ഇരുന്ന് ധ്യാനിച്ചാൽ ആ ഇരിക്കുന്ന കുറച്ച് സമയം ആ കുറച്ച് ആൾക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമുള്ളതാവും. അത് മാത്രമോ, നിങ്ങൾ ഗംഗാതീരത്ത് പോയിട്ട് അവിടെ അങ്ങനെ ഇരുന്നാൽ ഗംഗാതീരത്ത് ഇരിക്കുന്ന സമയത്ത് കിട്ടും. ഏത് കാലത്തും ഗംഗാതീരത്ത് എല്ലാവരും കൂടി അവിടെ പോയി ഇരിക്കാൻ പറ്റും. മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാവരും കൂടി ഗംഗാതീരത്ത് പോയി ധ്യാനിക്കാന്ന് പറഞ്ഞാൽ അവിടെ പോയിരുന്ന അവിടെ ഒരാൾക്കുണ്ടായില്ലേ? ഇപ്പൊ ഇവിടെയുള്ള തിരക്കൊക്കെ പിന്നെ അവിടെയായി മാറും, അവിടെയായിട്ട് മാറും. എന്താ കാര്യം? അപ്പൊ വ്യവഹാരം എന്നത് ആൾക്കൂട്ടത്തിന്റെ നടുക്ക് ഇരുന്നിട്ട് അവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഏകാന്തതയിൽ പോയിട്ട് ഇരുന്നിട്ട് ഒളിച്ചോടി പോയിട്ടുള്ള ഒരു ഏർപ്പാട് അങ്ങനെയൊന്ന് ഭാഗവതം കാണിച്ചു തരുന്നില്ല. മറിച്ച് ഈ സകല വ്യവഹാരങ്ങളുടെ നടുക്കിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കണം. ഈ ആൾക്കൂട്ടത്തിന്റെ നടുക്ക്, ഈ ബഹളത്തിന്റെ ഒക്കെ ഉള്ളിലിരുന്ന്, ഈ ലോകത്തുള്ള എല്ലാ ഓട്ടങ്ങളുടെയും ചാട്ടങ്ങളുടെയും ആളുകൾ വരുന്നതും പോകുന്നതും വർത്തമാനങ്ങൾ പറയുന്നതും, ആളുകളുടെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുന്നതും പലതരത്തിലുള്ള സന്തോഷങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്നതും, ഈ വ്യവഹാരങ്ങളുടെ ഒക്കെ നടുക്ക് അതിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ ആനന്ദമായിട്ട് ഇരിക്കാൻ പറ്റും. ശ്രീരാമകൃഷ്ണ പരമഹംസര് പറയും, വള്ളത്തിൽ വെള്ളം കയറരുത്, വള്ളത്തിനകത്ത് വെള്ളം കയറരുത്. വെള്ളത്തിൽ വെള്ളം നിന്നാൽ കുഴപ്പമില്ല, അല്ല വെള്ളത്തിനകത്ത് വെള്ളം നിന്നാലും കുഴപ്പമില്ലല്ലോ. പക്ഷെ അത് തിരിച്ചായി പോയ പ്രശ്നം. അപ്പൊ നമ്മള് വെള്ളത്തിനകത്ത് തന്നെ നിൽക്കുകയും വേണം, എന്നാലോ വള്ളത്തിനകത്ത്, നമ്മുടെ വെള്ളത്തിനകത്ത് വെള്ളം കയറാനും പാടില്ല. അങ്ങനെ ഒരു വഴിയുണ്ടോ? അങ്ങനെ ഇരുന്നാലേ നമുക്ക് പ്രയോജനമുള്ളൂ. കാരണം ഈ ലോക വ്യവഹാരങ്ങളും ഇതൊക്കെ ഇവിടെ നടക്കുകയും വേണം, എന്നാലോ നമ്മുടെ ആനന്ദത്തിന് കോട്ടം തട്ടാനും പാടില്ല. ഇങ്ങനെ ഒരു വഴിയുണ്ടോ എന്നാണ് ഭാഗവതം അന്വേഷിക്കുന്നതും അതാണ് വാസ്തവത്തിൽ ഭാഗവതം കാണിച്ചു തരാനുള്ള മാർഗം. ശാപം കിട്ടിയ പരീക്ഷത്തിനാണ് ഒരർത്ഥത്തിൽ പറഞ്ഞ കഥ ഉപദേശിക്കുന്നത്. അടുത്ത 7 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകട്ടെ എന്ന് തക്ഷകൻ കടിക്കട്ടെ എന്ന് ശാപം കിട്ടിയ ഒരാൾക്കാണ്. അതിനേക്കാൾ വലിയ പ്രശ്നം നമുക്ക് സാധാരണ രീതിയിൽ നേരിടാണ്ടാവില്ലല്ലോ. ഒരു ജീവിതത്തിൽ മനുഷ്യൻ നേരിടാവുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലെ ഒന്നാണ് 7 ദിവസം കഴിഞ്ഞാൽ മരിച്ചു പോകട്ടെ എന്ന് ഒരു ശാപം കിട്ടുക. ആ സമയത്ത് ഈ ശാപവും വാങ്ങി വെച്ചുകൊണ്ട് ഒരാൾക്ക് ആനന്ദമായിട്ട് ഇരിക്കാമെങ്കിൽ, ഈ ശാപത്തിന്റെ നടുക്ക് ഒരാൾക്ക് ആനന്ദമായിട്ട് ഇരിക്കാമെങ്കിൽ, എന്നാ പിന്നെ ഏത് സമയത്തും ആനന്ദമായിട്ട് ഇരിക്കാലോ. പറ്റില്ലേ? ഏത് ആവോ? ഈ വ്യവഹാരങ്ങളുടെ ഒക്കെ നടുക്ക് നമുക്ക് പിന്നെ ഇരിക്കാം. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന് നേരിടാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ശാപവും മരണവും രോഗബാധകളും അല്ലെങ്കിൽ അതുപോലുള്ള ദുരിതങ്ങളും ഒക്കെ. അതിന്റെ നടുക്ക് ഒരാൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ, അതിന്റെ നടുക്ക് ഒരാൾക്ക് ശാന്തമായിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ, പിന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇതേ ഉദ്ദേശത്തിലാണ് ഭഗവത്ഗീതയില് കുരുക്ഷേത്ര യുദ്ധക്കളത്തിന്റെ നടുക്ക് വെച്ചിട്ട് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത്. ഭഗവാൻ പാർത്ഥസാരഥിയായിട്ട് ഉപദേശിച്ചു കൊടുത്തത് എന്തിനാ? യുദ്ധത്തിൽ നിങ്ങൾക്ക് വേദാന്തം ഉപയോഗിക്കാമെങ്കിൽ, ആളുകൾ പരസ്പരം കഴുത്തുവെട്ടി, അതും അച്ഛനും മക്കളും അമ്മാവനും മരുമക്കളും സഹോദരങ്ങളും തമ്മിൽ വെട്ടിക്കൊല്ലുന്നിടത്ത് നിങ്ങൾക്ക് ഈ വേദാന്തം ഉപയോഗിക്കാമെങ്കിൽ
പിന്നെ നമ്മുടെ സാധാരണ യുദ്ധങ്ങളിലൊക്കെ നമ്മൾ അടുക്കളയിൽ പാത്രം കഴുകുന്ന യുദ്ധവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധവും അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള യുദ്ധമൊക്കെ ചെറുതാണ്. അപ്പൊ പിന്നെ അവിടെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതാ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ആളുകൾ തമ്മിൽ കഴുത്ത് വെട്ടി കൊല്ലുന്ന യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേദാന്തത്തെ നമ്മുടെ നിത്യ യുദ്ധത്തിൽ സുഖമായിട്ട് ഉപയോഗിക്കാം. അവിടെ നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും. അതിനുവേണ്ടിയാണ് ഗീത അങ്ങനെ ഒരു സന്ദർഭത്തിൽ വെച്ചിട്ട് ഗീത ഉപദേശിച്ചു തന്നത്. അതുപോലെ ഭാഗവതവും ഒരു പരമാവധിയായ എന്താ പറയാ, ഈ ചില സാധനങ്ങളൊക്കെ ഉപകരണങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അതിന്റെ സുരക്ഷാ പരിശോധന നടത്തും. ഇത് കുഴപ്പമൊന്നുമില്ലാണ്ട് നടക്കുമോ, ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കണ്ടേ. വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇതിന് അപകടം ഉണ്ടാവും എന്നൊക്കെ പരിശോധിക്കുമ്പോൾ എക്സ്ട്രീം കണ്ടീഷൻ, പരമാവധി അപകടം പിടിച്ച സാഹചര്യത്തിൽ വേണം പരിശോധിക്കാൻ. അവിടെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ സാധാരണ സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഊഹിക്കാമല്ലോ. അപ്പൊ ഏറ്റവും പരമാവധി അപകടം പിടിച്ച സന്ദർഭമാണ് രണ്ടെണ്ണം ഇവിടെ പരിശോധിച്ച് നോക്കിയത്. യുദ്ധക്കളവും ശാപവും, മരണം മുമ്പിൽ നിൽക്കുന്ന ശാപവും ഒക്കെ. അവിടെ ഉപയോഗിക്കുന്ന ശാസ്ത്രം നിങ്ങൾക്ക് എവിടെയും ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ഇത് ആൾക്കാർ പലപ്പോഴും തിരിച്ചു പിടിക്കും. ഇങ്ങനെ ഇത് ശാപവും ദുരിതവും ഒക്കെ അപ്പൊ ഉപയോഗിക്കണം, അങ്ങനെയല്ല. ആ ശാപവും ദുരിതവും ഒക്കെ വരുമ്പോൾ എടുക്കാനുള്ള ഗ്രന്ഥമായിട്ടല്ല, അവിടെ ഉപയോഗിക്കാമെങ്കിൽ അതില്ലാത്ത സാധാരണ സമയത്തും ഏത് സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് സമയത്തും നിങ്ങൾക്കത് പ്രയോജനം ചെയ്യും എന്ന് നമുക്ക് പറഞ്ഞു തരാം. ഇങ്ങനെ ഒരു പരമാവധിയായ രംഗം കാണിച്ചു തരാം. അപ്പോൾ ഭാഗവതം ധ്യാനയോഗം നമുക്ക് കാണിച്ചു തരുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ണടച്ചിരിക്കണതിനെ കുറിച്ചല്ല. ഇത് ഭാഗവതത്തില് പല സ്ഥലത്ത് ധ്യാനം പറയുമ്പോഴും അവിടെയൊക്കെ ഏതാണ്ട് ഇതേപോലെ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആശയം തന്നെ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. കാവിലത്തിലും ഏകാദശത്തിലും ഒക്കെ ഇത് പറയുന്നുണ്ട്. സ്ഥിതം പ്രചണ്ഡം ആസീനം, ഇരുന്നിട്ടായാലും നടന്നിട്ടായാലും നിന്നിട്ടായാലും ഓടിയിട്ടായാലും ഉറങ്ങിയിട്ടായാലും ഉണ്ണുമ്പോഴായാലും ഉറങ്ങുമ്പോഴായാലും ഒക്കെ ഈ ആനന്ദം, ഈ ചിന്ത, ഈ ധ്യാനം ഉറക്കലാണ് ലക്ഷ്യം. അല്ലാതെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നിട്ട് മാത്രമല്ല എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. അത് ഭാഗവതത്തിന്റെ ആശയമാണ്, സങ്കല്പമാണത്. ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു വെച്ചത് 3 വാക്കുകളിലൂടെ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കൂ, അതിനെ ധ്യാനിക്കൂ. ഇതാണ് ആദ്യത്തെ 3 വാക്കുകളായിട്ട് പറഞ്ഞത്. 3 വാക്കുകളിലൂടെ ഭാഗവതത്തിന്റെ ആശയം എന്താണോ ഭാഗവതം കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറഞ്ഞു നിർത്തി. എന്നിട്ട് അപ്പൊ നേരത്തെ പറഞ്ഞ ക്രമത്തിൽ തന്നെയാണ് അത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട്, 3 വാക്ക് കൊണ്ട് പറഞ്ഞ് മനസ്സിലാവാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി വലുതാക്കി 3 ശ്ലോകത്തിലേക്ക് വലുതാക്കി. 3 ശ്ലോകത്തിലേക്ക് അങ്ങോട്ട് വലുതാക്കുക. 3 ശ്ലോകത്തിലേക്ക് വലുതാക്കുമ്പോൾ ആദ്യത്തെ ശ്ലോകത്തില് ഭാഗവതത്തിന്റെ വിഷയം പറഞ്ഞു തന്നു. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് പരമമായ സത്യത്തെ, അത് ഏത് പ്രകാരത്തിലുള്ള സത്യമാണ്, ജന്മം തുടങ്ങിയിട്ടുള്ള 6 ഭാവങ്ങൾ വന്നു പോകുമ്പോൾ ജനിക്കുക, നിലനിൽക്കുക, ഗർഭത്തിലുണ്ടാവുക, ജനിക്കുക, നിലനിൽക്കുക, വളരുക, ക്ഷയിക്കുക, നശിക്കുക, അങ്ങനെ 6 ഭാവങ്ങൾ മനുഷ്യനുണ്ട്. മനുഷ്യനല്ല, ലോകത്തിൽ എന്തൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ അതിനൊക്കെ 6 ഭാവങ്ങൾ ഉണ്ടെന്നാണ്. ഗർഭത്തിലുണ്ടാവുക, ജനിക്കുക, വളരുക, നിലനിൽക്കുക, ക്ഷയിക്കുക, നശിക്കുക, 6 ഉണ്ടാവും. ഈ 6 ഭാവങ്ങൾ അനവരതം വന്നു പോവുക എന്നുള്ളത് പ്രപഞ്ചത്തിന്റെ നീതിയാണ്. അതിപ്പോ ഏത് വസ്തു ആയാലും അങ്ങനെ വന്നു പോകുമ്പോഴും മാറാതെ യാതൊരു ഭേദവും ഇല്ലാതെ എന്തൊന്നാണോ നിലനിൽക്കുന്നതായിട്ടുള്ളത് അതാണ് സത്യം എന്ന് സത്യത്തെ പരിചയപ്പെടുത്തി. നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം സ്വർണവും അല്ലെങ്കിൽ മൺകുടവും ഒക്കെ എടുത്ത് നോക്കിയാൽ വീണ്ടും മനസ്സിലാക്കാമല്ലോ. സ്വർണ്ണ ആഭരണം സ്വർണ്ണപ്പണിക്കാരന്റെ ഭാവനയിൽ ആദ്യം ഉണ്ടായി, അതാണ് ഗർഭം. അത് കഴിഞ്ഞ് അതിനെ അയാൾ ഈ ഉപാധികളൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടും ഇടിച്ചിട്ടും പരത്തിയിട്ടൊക്കെ ഒരു രൂപത്തിൽ ഉണ്ടാക്കി ജനിച്ചു. പിന്നെ അത് അതിന്റെ രൂപത്തിൽ ജനിച്ച് വളർന്നു വരുന്ന ഒരു ക്രമം ഉണ്ടല്ലോ, ക്രമേണ അത് രൂപത്തിലുണ്ടായി, അത് നിലനിന്നു. കുറച്ച് കഴിയുമ്പോൾ എന്താവും, അത് അവിടെ ഇവിടെയൊക്കെ പൊട്ടാനും പൊടിയാനൊക്കെ ആയിട്ട് കുറേശ്ശെ ക്ഷയിക്കാൻ തുടങ്ങും. ഒരു സുപ്രഭാതത്തിൽ നമ്മളതിനെ അതുകൊണ്ട് വിൽക്കും, അയാൾ അത് ഉരുക്കി, അത് നശിച്ചു. അയാളുടെ ഭാവനയിൽ അത് ജനിച്ച സമയം തൊട്ടിട്ട് അത് ഉരുക്കി അത് നശിച്ചു പോകുന്നത് വരെ ഈ ഭാവങ്ങളൊക്കെ ഉണ്ട്. ജനിക്കുക, വളരുക, നിലനിൽക്കുക ഒക്കെ ഉണ്ടായി. ഇതൊക്കെ നിലനിലുണ്ടാകുമ്പോഴും മാറാണ്ട ഒരു സാധനമുണ്ട്. അതെന്താ? അത് സ്വർണം. അങ്ങനെയാണ് നമ്മൾ ആത്യന്തിക സത്യം എന്ന് പറയണത്. ഇനിയിപ്പോ സ്വർണം ആത്യന്തിക സത്യമാണെന്ന് വെച്ചാൽ സ്വർണവും വ്യവഹാരവും അതിന്റെ പുറകിൽ എന്തോ ഒന്നുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഇന്ന മൂലകങ്ങൾ, ഇത്ര കാർബൺ ഉണ്ട്, ഇത്ര ഇന്ന സാധനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ വീണ്ടും മൂലകങ്ങളായിട്ട് കൊണ്ടുവരാം. പിന്നെ ഇങ്ങനെ പുറകോട്ട് വരാം. അങ്ങനെ ഓരോന്നിന്റെയും പുറകിൽ അത് ഉണ്ടാകുമ്പോഴും നിലനിൽക്കുമ്പോഴും നശിക്കുമ്പോഴും മാറാതെ നിൽക്കുന്നത് എന്താണോ അത് സത്യം. അങ്ങനെ പ്രപഞ്ചത്തിന്റെ പുറകിലുള്ള സത്യത്തെ സാക്ഷാത്കരിക്കാനുള്ള ഒരു വഴി, ഒരു സൂചന, എങ്ങനെയാണ് സത്യത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന ഒരു സൂചന കാണിച്ചു തന്നു ആദ്യത്തെ ശ്ലോകത്തിൽ.
രണ്ടാമത്തെ ശ്ലോകത്തില് ഈ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ എന്താണ് പ്രയോജനം എന്നാണ് അടുത്തത് കാണിച്ചത്. എന്താ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ പ്രയോജനം, അഥവാ എന്തിനു വേണ്ടി ചെയ്യണം? നമുക്ക് ഭാഗവതം കാണിച്ചു തരുന്നത് 3 തരത്തിലുള്ള ദുഃഖങ്ങൾ മനുഷ്യനുണ്ട്. 3 തരത്തിലുള്ള ദുഃഖം, 3 ഉള്ളൂ. നിങ്ങൾക്ക് എത്ര ദുഃഖമുണ്ട്? എത്ര ദുഃഖം ഉണ്ടാവും? അത് ലിസ്റ്റ് എടുക്കാൻ പറ്റുമോ? നമ്മുടെ മൊത്തം ദുഃഖങ്ങളുടെ ഒരു എണ്ണം കണക്ക് കൂട്ടിയിട്ട് ഇത്ര എണ്ണാണുള്ളതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കടലിലെ തിരമാല എണ്ണുന്നത് പോലെ നമുക്ക് ഭഗവാന്റെ അവതാരങ്ങളും മനസ്സിന്റെ ദുഃഖങ്ങളും എണ്ണാൻ പറ്റില്ല. ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണിയാൽ തിട്ടപ്പെടുത്താം. രജാംസി ഭൂമേഹ ഗണയൻ കഥം ചിത്. ആരെങ്കിലുമൊക്കെ ഒരാൾ മെനക്കെട്ടിരുന്ന് നോക്കിയാൽ ഭൂമിയിലെ മൺതരികൾ മുഴുവൻ എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുമായിരിക്കാം. അത്ര പോലും ഭഗവാന്റെ അവതാരങ്ങളെ എണ്ണാൻ പറ്റില്ല. അതേപോലെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ ദുഃഖങ്ങളും. എന്തെല്ലാം ദുഃഖങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല, അവസാനിക്കാൻ പോകില്ല, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള എല്ലാ ദുഃഖങ്ങളെയും കൂടി 3 ആക്കി മാറ്റാണ് ഭാഗവതം കാണിച്ചത്. ഭാഗവതം നല്ല നമ്മുടെ സനാതന ധർമ്മത്തിലെ ഋഷികൾ ഈ മൊത്തം ദുഃഖങ്ങളെയും 3 ആയിട്ട് അങ്ങോട്ട് പിരിച്ചു. എന്തൊക്കെയാ 3 ദുഃഖങ്ങൾ? ഏതൊക്കെയാ 3 ദുഃഖങ്ങൾ? ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്നാണ് പിരിക്കാറുള്ളത്. ആധ്യാത്മികം എന്ന് പറഞ്ഞാലോ പലതരത്തിൽ അതിന് വ്യാഖ്യാനമുണ്ട്. നമുക്ക് പ്രയോജനം ചെയ്യണം നമ്മുടെ എളുപ്പത്തിലുള്ള ഒരു വ്യാഖ്യാനം എന്താ വെച്ചാൽ, ആധ്യാത്മികം എന്ന് വെച്ചാൽ ആത്മികം, അവനവനിൽ നിന്നുള്ള ദുഃഖം. നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അവനവനിൽ നിന്നുള്ള ദുഃഖം, ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ച ദുഃഖം. എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട് തോന്നിയതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എനിക്ക് അസുഖം വന്നു. എന്നിട്ടോ 4 ശനി ഉണ്ടായിട്ടാണ്, 8 ഞായറുണ്ടായിട്ടൊന്നും അല്ല. അതാരുടെ കുഴപ്പമാണ്? എൻ്റെ കുഴപ്പമാണ്. ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ ശ്രദ്ധ കുറവുകൊണ്ട്, എൻ്റെ ഉത്തരവാദിത്വമില്ലായ്മ കൊണ്ട്, എൻ്റെ തോന്നിവാസങ്ങളെ കൊണ്ട് ഞാൻ എനിക്ക് തന്നെ ഉണ്ടാക്കി വെക്കുന്ന ദുഃഖമാണ് ആധ്യാത്മിക ദുഃഖം. പല വേറെ വ്യാഖ്യാനങ്ങളുണ്ട്, പക്ഷെ നമ്മുടെ ഒരു സാധകന് എളുപ്പത്തിൽ ആലോചിക്കാവുന്ന വ്യാഖ്യാനമാണേ പറയുന്നത്. അപ്പൊ ആധ്യാത്മിക ദുഃഖം എന്നത് എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചതാണ്. രണ്ടാമത്തെ ദുഃഖം എന്നാ ആദി ഭൗതിക ദുഃഖം. അത് ഭൂതജാലങ്ങളിൽ നിന്ന് എന്ന് വെച്ചാലോ, ഞാനൊഴിച്ച് മറ്റുള്ള ഭൂതജാലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ദുഃഖം, മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. അത് ഗ്രഹങ്ങളാകാം, നക്ഷത്രങ്ങളാകാം, മറ്റു മനുഷ്യരാകാം, മറ്റു മൃഗങ്ങളാകാം. ഇതൊക്കെ ഇവിടെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ, ആദ്യത്തെ ദുഃഖത്തില് ഉത്തരവാദി ആരാ? ഞാൻ തന്നെയാണ്, വേറെ ആരും പറയാനില്ല. രണ്ടാമത്തതിൽ ഞാനല്ല ഉത്തരവാദി, മറ്റുള്ളവർ എനിക്ക് സമ്മാനിച്ചതാണ്. പക്ഷെ അനുഭവിക്കേണ്ട ആളാരാ? ഞാൻ. മറ്റുള്ളവരുടെ ആരെങ്കിലുമൊക്കെ നമ്മൾ വളരെ കൃത്യമായി ഈ റോഡിന്റെ ഒരു ഓരത്തൂടെ കൃത്യമായിട്ട് 30 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഇങ്ങനെ നല്ല പോവുകയാണ്. പക്ഷെ അപ്പുറത്തുള്ള ആള് ഉറക്കം നോക്കി വണ്ടി ഓടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിടിച്ചാൽ വിഷമം അനുഭവിക്കേണ്ട ആളാരാ? ഞാൻ തന്നെയാണ്. ബുദ്ധിമുട്ട് എനിക്കാ വന്നത്, തെറ്റയാളുടെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല, ദുഃഖം ഞാനാണ്. അത് ഇതുപോലെയാണ് ഗ്രഹങ്ങളുടെ ആയാലും. ഗ്രഹങ്ങള് ജനിക്കുന്ന സമയത്ത് ജാതകത്തിലെ ഗ്രഹങ്ങൾ എവിടെയാ നിൽക്കുക? ഗ്രഹങ്ങൾ ഇപ്പൊ എവിടെയെങ്കിലൊക്കെ നിൽക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, അത് എവിടെയെങ്കിലൊക്കെ നിൽക്കും. അതുകൊണ്ട് ദുരിതം ചിലപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരികയാണ്. ആ ദുഃഖം നമ്മളാണ് അനുഭവിക്കണ വെച്ചാൽ ഉത്തരവാദി ഞാനാണോ? അച്ഛനും അമ്മയാണോ? എന്തിനാ ആ സമയത്ത് അമ്മ പ്രസവിച്ചത്? എന്നിട്ട് അതൊന്നും ഉത്തരവാദിയില്ല. ഇതിലിപ്പോ ആരോ ഉത്തരവാദി, ആരും ഉത്തരവാദിയില്ല. അനുഭവിക്കണത് ആരാ? അപ്പൊ മറ്റുള്ളവർ അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്ത് നമുക്ക് സമ്മാനിക്കുന്ന ദുഃഖങ്ങളാണ് ആദി ഭൗതികം, ഭൗതികമായ ദുഃഖങ്ങൾ. രണ്ടാമത്തെ തരത്തിലുള്ള ആദി. ഇനി 3ാമത്തെ ആദി എന്താ? അത് ആദിദൈവികം. അതെന്താ? അതിനിപ്പോ ഒരു ഉത്തരവാദിയെ ചൂണ്ടിക്കാണിക്കാനില്ല, ഒരാൾ ഇന്നയാള് കാരണമാണ് എന്ന് പറയല്ലേ. അതിനൊരു ഉത്തരവാദിത്വം ഒരാളുടെ തലയിൽ വെച്ചു കൊടുക്കാനില്ല. ഒരു സംഘം ആളുകളുടെ പ്രാരബ്ധം ഒരുമിച്ച് വരണ സമയത്ത് ആ ആളുകൾ ഒന്നിച്ച് അതാണ് അനുഭവിച്ചു തീർക്കുക. ഇപ്പോൾ സുനാമി വന്നു കുറച്ചു കാലം മുമ്പ്. എന്താ ഒരു ഉത്തരം പറയാ? അവര് ആരെങ്കിലും അതിന് ഉത്തരവാദിയാണ്? അല്ലെ ഏതെങ്കിലും മനുഷ്യർ അതിന് ഉത്തരവാദിയാണോ? അങ്ങനെ ആത്യന്തികമായിട്ട് ചോദിച്ചാൽ ഇന്നയാളാണ് കാരണം, അല്ലെങ്കിൽ ഇന്ന ആൾ കൂട്ടമാണ് കാരണം, ഒരു കാര്യമൊന്നും പറയാനില്ല. അത് അങ്ങനെ സംഭവിച്ചു. ആ പ്രാരബ്ധം അനുഭവിക്കാനുള്ള, ജീവിത പ്രാരബ്ധങ്ങൾ അങ്ങനെ അനുഭവിക്കാനുള്ള ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവർക്ക് അനുഭവിക്കാനുള്ള ദുരിതം തീർന്നു. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് കൊറോണ വന്നു, കുറെ ആളുകൾ മരിച്ചു. അതിൽ 99% ആൾക്കാരുടെ കുറ്റമൊന്നുമില്ലല്ലോ. ആരുടെ ഇപ്പൊ ഇന്ന ആളാ കാരണം നമുക്ക് എന്ത് പറയാനോ പറ്റുക? നിവൃത്തിയില്ല. ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ, പ്രളയം പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ഉരുൾപൊട്ടലുകൾ സംഭവിക്കുമ്പോൾ, ഇങ്ങനെ പലതരത്തിലുള്ള ദുരന്തങ്ങളും രോഗ പകർച്ചവ്യാധികൾ വരുമ്പോൾ ഇതിനൊന്നും ഒരാൾ ഉത്തരവാദിയായിട്ട് പറയാനൊന്നുമില്ല. അയാളാണ് ഇന്നയാളാണെന്നും പറയാല്ലേ. ചിലപ്പോൾ ആരുടെങ്കിലൊക്കെ പേര് പറഞ്ഞ് കുറ്റം പറയുകയൊക്കെ ചെയ്യാം നമ്മുടെ ഒരു സമാധാനത്തിന്.
പക്ഷെ ഒരാളെ ഉത്തരവാദിയായിട്ട് അതിൽ പറയാനില്ല. അതാണ് ആദി ദൈവികം. എന്താ പറയാ, ഈശ്വരനിൽ നിന്ന് നേരിട്ട് നമുക്ക് കിട്ടിയത് ഭഗവാൻ എന്ന് വെച്ചാലോ, പലരുടെയും പ്രാരബ്ധം ഒരുമിച്ച് അനുഭവിക്കാനുള്ള സമയമാകുമ്പോൾ ഒന്നിച്ചങ്ങോട്ട് കിട്ടും. അത് ആദി ദൈവികം. അത് മൂന്നാമത്തതാണ്. അപ്പൊ മൂന്നെണ്ണായി. അവനവനിൽ നിന്നുള്ളത്, മറ്റുള്ളവർ സമ്മാനിക്കുന്നത്, ഉത്തരവാദിയായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ലാതെ പൊതുവായിട്ട് വന്നു ചേരുന്നത്. അങ്ങനെ 3 തരത്തിലുള്ള ദുരിതങ്ങൾ അഥവാ ദുഃഖങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ സത്യത്തെ സാക്ഷാത്കരിച്ചാൽ എന്താണ് പ്രയോജനം? അതാണ് പറയാനുള്ള വിഷയം. സത്യത്തെ സാക്ഷാത്കരിച്ചാൽ താപത്രയ ഉന്മൂലനമാണ് പ്രയോജനം. താപത്രയ ഉന്മൂലനം എന്ന് പറഞ്ഞാലോ, നമ്മൾ ഈ വാക്ക് എപ്പോഴും ഉപയോഗിക്കണമുണ്ട്. അതിന്റെ അർത്ഥം ചിലപ്പോൾ നമുക്ക് അങ്ങോട്ട് ആഴത്തിൽ ആലോചിക്കാറില്ല. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ, മൂലം എന്ന് പറഞ്ഞാൽ വേര് എന്നർത്ഥം, വേര് എന്നാണ് അർത്ഥം. ഉന്മൂലനം എന്ന് പറഞ്ഞാൽ വേരോട് കൂടി പിഴുത് കളഞ്ഞു എന്നാണ് അർത്ഥം. വേരോടുകൂടി പിഴുത് കളഞ്ഞു എന്ന് വെച്ചാലോ, ഇനി രണ്ടാമത് പൊട്ടി മുളക്കില്ല. ഒരു മഴക്കാലമായ എല്ലാവരും നമ്മൾ കാട് വെട്ടുമൊക്കെ ചെയ്യും, കാടൊക്കെ വെട്ടി കളയും, അങ്ങനല്ലേ, പുല്ലൊക്കെ ചെത്തി വൃത്തിയാക്കും. 2 ദിവസം കഴിഞ്ഞാൽ എന്താവും? മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ആ മഴ ഒന്നങ്ങോട്ട് ഒതുങ്ങി 2 വെയിലിങ്ങോട്ട് വന്നാലോ അതേപടി വീണ്ടും പൊന്തിങ്ങോട്ട് വരും. അപ്പൊ നമ്മുടെ ദുഃഖങ്ങളും അതുപോലെ തൽക്കാലത്തേക്ക് സമാധാനിപ്പിച്ചിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു അവസരം കിട്ടുമ്പോൾ ഇതൊക്കെ കൂടി വീണ്ടും വരും. കാരണം എന്താ? വേരവിടെ കിടക്കുന്നുണ്ട്. നമ്മള് തല മാത്രമേ വെട്ടി കളഞ്ഞിട്ടുള്ളൂ, വേരവിടെ കിടക്കുന്നുണ്ട്. ചാണക്യന്റെ കഥയുണ്ട്. ചാണക്യൻ സീരിയൽ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഓർമ്മ ഉണ്ടാവും. അതില് കുറേ രംഗങ്ങള് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കുറെ രംഗങ്ങളാണ്. ചാണക്യനെ ആദ്യം കാണിച്ചു തരുന്ന ഒരു രംഗം തന്നെ അങ്ങനെയാണ്. അദ്ദേഹം നളന്തയിലേക്ക് നടന്നു വരികയാണ്. അപ്പൊ രാജപാതയിൽ നടന്നു വരുമ്പോൾ കാലില് ഒരു ദർഭപ്പുല്ലിന്റെ മുള അവിടെ ഉണ്ടാകും. നടന്നു വരുമ്പോൾ കാലില് ആ ദർഭമുള കാലിൽ തറച്ചു. ദർഭമുള കാലിൽ തറച്ച സമയത്ത് അദ്ദേഹം സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ കാലിൽ തറച്ചത് വലിച്ചു കളഞ്ഞു. അത് വലിച്ചു കളഞ്ഞാൽ മാത്രം പോരാ. അത് കഴിഞ്ഞ് അദ്ദേഹം എന്താ വെച്ചാൽ ആ തന്റെ വേദനയല്ലേ മാറുള്ളൂ, കാലിൽ പറഞ്ഞത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുതില്ല എന്നുള്ളത് കൊണ്ട് ആ വേര് അവിടുന്ന്, എന്താ പറയാ, ആ ചെടി അവിടുന്ന് പിഴുത് അത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ നിർത്തിയില്ല. എന്നിട്ട് അടുത്ത സത്രത്തിൽ പോയിട്ട് ഈ ദാഹം മാറാൻ വേണ്ടി മോരും സംഭാരമൊക്കെ കൊടുക്കുന്നത്, അവിടെ അങ്ങനെ മോര് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് ഒരു പാത്രത്തിൽ മോര് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് ഈ ചെടി പറിച്ചു കളഞ്ഞ കുഴിയിൽ കൊണ്ടൊഴിച്ചു. എന്തിനാ? ആ വേരും കൂടി ഉണങ്ങിപ്പോണം, അതും കൂടി ഉണ്ടാവരുത്. അദ്ദേഹത്തിന്റെ കഥ അറിയാമെങ്കിൽ അതാണ് ചാണക്യൻ അദ്ദേഹം ചെയ്തത്. എന്താണ്? അതാണ് നന്ദവംശത്തിന്റെ വേരോടുകൂടി പിഴുത് കളയായിരുന്നു അദ്ദേഹം ചെയ്തത്. അതേ ആ ഇൻട്രൊഡക്ഷനിൽ ആമുഖത്തിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം ചെയ്യാൻ പോണത് എന്നുള്ളത്. അതാണ് ഉന്മൂലനം എന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖം എങ്ങനെ ഇല്ലാണ്ടാക്കണം. ഈ ചാണക്യൻ അദ്ദേഹം മോര് കൊണ്ടൊഴിച്ചതുപോലെ അത് ഇപ്പൊ ഇല്ലാതെയാക്കിയാൽ മാത്രം പോരാ, ഇനി ഉണ്ടാവാനും പാടില്ല. ഇനി അതവിടെ ഉണ്ടാകരുത്, ഒരിക്കലും പുറത്തേക്ക് വരരുത്. അങ്ങനെ ഇല്ലാതെയാക്കണം. അതാണ് ഉന്മൂലനം എന്ന വാക്കിന്റെ അർത്ഥം. വേരോട് കൂടിയിട്ട് അതിനെ ഇല്ലാതെയാക്കണം. ഇനി വീണ്ടും ഉണ്ടാകരുത്. തൽക്കാലത്തേക്ക് ഇല്ലാതെയാക്കുന്നതിനെ കുറിച്ചല്ല. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ആത്യന്തികമായ ആനന്ദമാണ് വിഷയം. ആത്യന്തികമായ ആനന്ദത്തിൽ ദുഃഖത്തിന് പ്രസക്തിയില്ല. അപ്പൊ അത് ഇനി ഉണ്ടാവാനേ പാടില്ല. ഉന്മൂലനം ചെയ്യണം. താപത്രയ ഉന്മൂലനം. ആ താപത്രയ ഉന്മൂലനത്തിന് നമ്മൾ എന്താ വേണ്ടത്? സത്യത്തെ സാക്ഷാത്കരിക്കണം. അപ്പൊ സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഈ താപത്രയ ഉന്മൂലനം എന്ന പ്രയോജനം നമുക്ക് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോ അടുത്ത ചോദ്യം. അങ്ങനെ ക്രമാനുഗതമായിട്ടാ പറഞ്ഞത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് ധർമ്മത്തെ അനുഷ്ഠിക്കണം. നമ്മളെന്താ ചെയ്യേണ്ടത്? ധർമ്മത്തെ അനുഷ്ഠിക്കണം. ഏത് ധർമ്മം അനുഷ്ഠിക്കണം? ധർമ്മത്തെ അനുഷ്ഠിക്കണം എന്നുള്ള എല്ലാവർക്കും അറിയാം. സത്യം വധ, സത്യത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ധർമ്മത്തെ ആചരിക്കണം. സത്യം വധ, ധർമ്മം ചര, ഇതൊക്കെ എല്ലാവരും കേൾക്കാറുണ്ട്. അപ്പൊ ഇവിടെ ഏത് ധർമ്മമാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്? അടുത്ത ചോദ്യം. അതെന്താ അങ്ങനെ ചോദ്യം? ആകെപ്പാടെ ഒരു ധർമ്മല്ലേ ഉള്ളൂ? അല്ല, ഈ സത്യത്തിന്റെ കാര്യം പറഞ്ഞ പോലെയാണ് ധർമ്മത്തിന്റെ കാര്യം. പല ധർമ്മങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് സ്ത്രീ ധർമ്മമുണ്ട്, പുരുഷധർമ്മമുണ്ട്. സ്ത്രീ ധർമ്മമുണ്ട്, പുരുഷധർമ്മമുണ്ട്. സ്ത്രീകൾക്ക് വിധിച്ച കുറെ കാര്യങ്ങളുണ്ട്, പുരുഷന് വിധിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ സ്ത്രീയില് അമ്മയായിരിക്കുമ്പോൾ വിധിച്ചതുണ്ട്, സഹോദരിക്ക് വിധിച്ചതുണ്ട്, മകൾക്ക് വിധിച്ചത്, ഇങ്ങനെ സാന്ദർഭികമായിട്ട് പല പല ധർമ്മങ്ങളിൽ മാറ്റം വരാം. പുരുഷനും അതുപോലെയാണ്. ബ്രഹ്മചാരിയായിട്ടിരിക്കുമ്പോൾ ഗുരുകുലത്തിൽ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ പറഞ്ഞിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യാനുള്ള വേറെ ധർമ്മങ്ങളുണ്ട്. ഗുരുകുലത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഗൃഹസ്ഥാശ്രമത്തിൽ പറഞ്ഞിട്ടുള്ളത്, ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല വാനപ്രസ്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പല ധർമ്മങ്ങളുണ്ട്. ഇതിലേത് ധർമ്മമാണ് സത്യത്തെ സാക്ഷാത്കരിക്കാൻ ഞാൻ അനുഷ്ഠിക്കേണ്ടത്? ഏത് ധർമ്മം അനുഷ്ഠിക്കണം?
അങ്ങനെ പറയാൻ വയ്യ. ഇതിലേറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ധർമ്മങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ഇടയ്ക്ക് സംഘർഷമുണ്ടാവും. ധർമ്മങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാവും. ഒരു ധർമ്മം അനുഷ്ഠിച്ചാൽ മറ്റേ ധർമ്മത്തിന് വിരുദ്ധമാവും, ഈ ധർമ്മം അനുഷ്ഠിച്ചാൽ ഇപ്പുറത്തെ ധർമ്മത്തിന് വിരുദ്ധമാവും. ഇങ്ങനെ അപ്പോഴാണ് നമ്മൾ ആശയ സംഘർഷം അഥവാ ധർമ്മസങ്കടം എന്ന് പറയാറില്ലേ. ശരിക്കും ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് ധർമ്മം അനുഷ്ഠിച്ചാലാണ് കൂടുതൽ ശരി എന്ന് സങ്കടം ഉണ്ടാവുന്നതാണ്. ധർമ്മം അനുഷ്ഠിക്കുന്നതിൽ തന്നെ ആശയക്കുഴപ്പമുണ്ടാവുകയാണ്. രണ്ടും ശരിയാവുക, അതിലേതെങ്കിലും ഒരു ശരി തിരഞ്ഞെടുക്കേണ്ടി വരിക, അതാണ് ധർമ്മസങ്കടം. അതാണ് അങ്ങനെ പല സന്ദർഭങ്ങൾ വരും. ഇപ്പോൾ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തിലെ ഭാര്യയുടെ ധർമ്മവും മകളുടെ ധർമ്മവും ഏതിനാ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഒരു അടിവാരട്ടിട്ട് ഇത് മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റില്ല. സാന്ദർഭികമായിട്ട് സമയവും സന്ദർഭവും സാഹചര്യങ്ങളൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി എടുക്കണം. അതുപോലെ ഭർത്താവിന്റെ ധർമ്മമാണോ, അച്ഛന്റെ ധർമ്മമാണോ, മകന്റെ ധർമ്മമാണോ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കൊരു ഉത്തരം അങ്ങനെ ഉറപ്പിച്ച് ഇതേ പാടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ വയ്യ. ഓഫീസിലെ ധർമ്മമാണോ, ജോലിയുടെ ധർമ്മമാണോ നോക്കേണ്ടത്, അതോ കുടുംബത്തിന്റെ ധർമ്മമാണോ നോക്കേണ്ടതെന്ന് വെച്ചാലോ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഓഫീസിലെ കാര്യം ഭംഗിയായിട്ട് ചെയ്യാൻ പോയാൽ കുടുംബത്തിലെ കാര്യം ബാക്കിയാവും, കുടുംബത്തിലെ കാര്യം മുഴുവൻ അപ്പുറത്ത് പ്രശ്നം ഉണ്ടാവും. ഇതിലേത് വേണം? ആശയ സംഘർഷമാണ്. ഇതാണ് ധർമ്മസങ്കടം. ഇതിന്റെ പേരാണ് ധർമ്മസങ്കടം. ഇവിടുത്തെ ചോദ്യം, ഇങ്ങനെ പരസ്പരം സംഘർഷം ഉണ്ടാക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിച്ചത് കൊണ്ട് ആർക്കെങ്കിലും ആത്യന്തികമായ ശാന്തി കിട്ടാൻ സാധ്യതയുണ്ടോ? അത് പറ്റുമോ? ഈ ധർമ്മത്തിന് തന്നെ പരസ്പരം അടി ഉണ്ടാക്കുക. പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ധർമ്മത്തെ അനുഷ്ഠിച്ചിട്ട് ആർക്കെങ്കിലും ആത്യന്തികമായ ശാന്തിക്ക് ഒരു സാധ്യത ഉണ്ടോ? ഒരിക്കലും സാധ്യമല്ല. അവിടെ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ ഇവിടെ വേറെ ഒരു ധർമ്മം ഇവിടെ വേണ്ടി വരികയാണ്. നേരത്തെ സത്യത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഇതിന് പുറകിൽ മറ്റൊരു സത്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ പ്രോജ്ജിത കൈതവമായ ഒരു ധർമ്മം. അങ്ങനെയാണ് ഇവിടെ ശ്രീ ശുഖബ്രഹ്മർഷി വേദവ്യാസ മഹർഷി ഉപയോഗിച്ച വാക്ക്. പ്രോജ്ജിത കൈതവമായ ധർമ്മം, കളങ്കമില്ലാത്ത ധർമ്മം എന്ന്. ധർമ്മത്തിലെ കളങ്കം എന്താ? കളങ്കം ഇതാണ്, പരസ്പരമുള്ള സംഘർഷം ഉണ്ടാവുന്നതാണ് ധർമ്മത്തിലെ കളങ്കം. അപ്പൊ ആ പരസ്പര സംഘർഷം ഇല്ലാത്ത ഒരു ധർമ്മം വേണം എന്നായി. അതേത് ധർമ്മമാണ്? ഇതാണ് പിന്നത്തെ ചോദ്യം. ഇത് ഏത് ധർമ്മമാണ്? ഭാഗവത ധർമ്മം എന്ന് നമ്മൾ പറയുകയാണ് എളുപ്പത്തിൽ. ഭാഗവതത്തിൽ മുമ്പിൽ നമുക്ക് എളുപ്പം പറയാലോ ഭാഗവതം. പക്ഷെ ഇത് എങ്ങനെയാണ് ഇവിടെ ഈ ധർമ്മത്തിലേക്ക് എത്തിച്ചേരുക? ആ ധർമ്മത്തിൽ സ്ത്രീ എന്ന പേര് വ്യത്യാസം ഉണ്ടാവരുത്, പുരുഷൻ എന്ന വ്യത്യാസം ഉണ്ടാവരുത്. ആ ധർമ്മത്തിൽ മൃഗങ്ങളെന്നോ പക്ഷികളെന്നോ വ്യത്യാസം ഉണ്ടാവരുത്. ആ ധർമ്മത്തിൽ ജീവനുള്ളത് ജീവനില്ലാത്തത് എന്ന വേർതിരിവുണ്ടാവരുത് എന്ന്. ആ ധർമ്മത്തിൽ യാതൊരു തരത്തിലുള്ള വേർതിരിവുകളും ഇല്ലാതെ ആ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സകല ആളുകൾക്കും ഒരേപോലെ ഒരേ പ്രയോജനം എല്ലാ കാലത്തും കിട്ടണം. ഒരേപോലെ കിട്ടണം, ഒരേ പ്രയോജനം കിട്ടണം, അത് ഒരേപോലെ കിട്ടണം, എല്ലാ കാലത്തും കിട്ടണം. കൃതയുഗത്തില് ശ്രീ ശുഖബ്രഹ്മർഷിയും വേദവ്യാസനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ദ്വാപരയുഗത്തിൽ കിട്ടും, ഇപ്പൊ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് പറ്റില്ല. ഇപ്പോഴും കിട്ടണം, അന്നും കിട്ടണം. നാളെ കലിയുഗം വളരെ വർദ്ധിച്ച് ഒരുപാട് ദുരിതങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ പരമകോടിയിൽ എത്തുമ്പോഴും ഈ ധർമ്മം അനുഷ്ഠിച്ചാൽ പ്രയോജനം കിട്ടണം. സാർവജനീനം സാർവകാലികം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആ അർത്ഥത്തിൽ പൂർണ്ണമായിട്ടും അങ്ങനെ ആവണം. അപ്പൊ മാത്രമേ ആ ധർമ്മത്തിന് പ്രയോജനം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു ധർമ്മത്തെക്കുറിച്ച്, അതിനെയാണ് ഭാഗവത ധർമ്മം എന്ന് ഭാഗവതം പേരിട്ടത്. ഭാഗവതത്തിലായതുകൊണ്ട് ഭാഗവത ധർമ്മം, ഭഗവാനെ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ധർമ്മമായതുകൊണ്ട് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞു. ഈ ഒരു ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന സന്ദർഭത്തില് അവിടെ പുരുഷനെന്നോ സ്ത്രീ എന്നോ ഭേദമില്ല, രാജാവാണെന്നോ പരിചാരകനാണെന്നോ ഭേദമില്ല, യാതൊരു തരത്തിലുള്ള ഭേദവും ഇല്ല. അർദ്ധരാത്രിയില് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയെയും മക്കളെയും ഒക്കെ, ഭാര്യയെയും മകനെയും നോക്കി യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോകുന്ന ബുദ്ധൻ അങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ബുദ്ധനും ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ജനകനും തമ്മിൽ യാതൊരു ഭേദവും അവിടെ ഉണ്ടാവില്ല. ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് കൊട്ടാരത്തിൽ ചക്രവർത്തിയായിട്ട് ഇരിക്കുകയാണ് ജനകൻ. കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയയാളാണ് ബുദ്ധൻ. രണ്ടുപേരും തമ്മിൽ ഒരു ഭേദവും ഭാഗവത ധർമ്മത്തിന്റെ അനുഷ്ഠാനത്തിലില്ല. സർവസംഘ പരിത്യാഗിയായി ജനിച്ച് പുറത്തേക്ക് വന്നാൽ അമ്മയോടെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ, അമ്മയുടെ ഗർഭപാത്രത്തിനോടെങ്കിലും ഒരു ബന്ധം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് ജനിക്കുക വേണ്ട എന്ന് പറഞ്ഞിരുന്ന സർവസംഘ പരിത്യാഗിയായ ശ്രീ ശുഖബ്രഹ്മർഷിക്കും കൊട്ടാരത്തിലെ ചക്രവർത്തിയായിരുന്ന ജനകനും അംബരീഷനും ഒരു ഭേദമില്ല. അവർ തമ്മിൽ ഒരു ഭേദം ഉണ്ടാവാൻ പാടില്ല.
സകല സമ്പത്തിന്റെയും സ്വത്തിന്റെയും ഒക്കെ നടുക്കിയിരുന്ന ആൾക്കാരാണ് അവർ തമ്മിൽ ഒരു ഭേദം ഉണ്ടാവാൻ പാടില്ല. 16,108 വിവാഹം കഴിച്ചിട്ട് അതില് ഭാഗവതം പറഞ്ഞ കണക്കനുസരിച്ച് വെച്ചാൽ 1,61,000 കുട്ടികളുമായിട്ടിരുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനും വിവാഹമേ വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയിട്ടുള്ള ആൾക്കാരും തമ്മിലും ഒരു ഭേദം ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും തുല്യമായിരിക്കണം. ധർമ്മത്തെ അനുഷ്ഠിക്കുന്നവർക്കൊക്കെ ഒരേ പ്രയോജനം കിട്ടും. അങ്ങനെ ഒരു ധർമ്മമാണ് ഭാഗവത ധർമ്മം. ആ ധർമ്മമാണ് കളങ്കമില്ലാത്ത ധർമ്മം എന്ന്. ഇതാണ് കളങ്കം. ഏത് ഈ ഭേദങ്ങൾ ഉണ്ടാവുന്നതാണ് അതിലെ കളങ്കം. അങ്ങനത്തെ യാതൊരു ഭേദവും ഇല്ലാതെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്നയാൾക്ക് സത്യത്തെ സാക്ഷാത്കരിച്ച് ഈ പ്രയോജനത്തെ പൂർണ്ണമായിട്ട് ലഭിക്കും, താപത്രയങ്ങൾ ഇല്ലാതെയായി തീരും എന്ന് പറയുക. അങ്ങനെ ഒരു ധർമ്മമാണ്. അതേ അനുഷ്ഠിക്കൂ. അത് ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ, അത് ഭാഗവതത്തിലുണ്ട്. മഹാമുനിയാൽ വേദവ്യാസനാൽ രചിക്കപ്പെട്ട ഭാഗവതത്തിൽ ഈ ധർമ്മത്തെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറയുകയാണ്. ഇതാണ് രണ്ടാമത്തെ ശ്ലോകം. ഒന്നാമത്തെ ശ്ലോകത്തിൽ വിഷയം പറഞ്ഞു, രണ്ടാമത്തെ ശ്ലോകത്തിൽ അതിലേക്കുള്ള മാർഗം, അതിൻ്റെ പ്രയോജനവും നമുക്ക് പറഞ്ഞു. ഇനി മൂന്നാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ അധികാരിയെ കാണിച്ചു തരും. ഈ ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു യുക്തിഭംഗം അവിടെ ഉണ്ട്. കാരണം എല്ലാവർക്കും എല്ലാ കാലത്തും ആർക്കും അനുഷ്ഠിക്കാവുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അധികാരിയെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ അധികാരി ഇല്ല, എല്ലാവരും അധികാരികളാണല്ലോ, എല്ലാവരും അധികാരികളാണ്. എന്നിരുന്നാലും ശരി, ഇവിടെ അധികാരിയെ നിർണയിക്കാനുണ്ട്. അതെന്തിനാ? അത് ശാസ്ത്രത്തിന്റെ ഒരു നയമാണ്. ധർമ്മശാസ്ത്രങ്ങൾ പറയുന്നിടത്തൊക്കെ അത് പഠിക്കാനും അത് ഉപയോഗിക്കാനും യോഗ്യരായ അധികാരികളെ കുറിച്ച് പറയണം, നിർബന്ധമാണ്. അപ്പൊ ആരാ ഇവിടെ അധികാരിയായിട്ടുള്ള ആള്? അത് മാത്രമല്ല, ഈ ഭാഗവത ഗ്രന്ഥം പുതുതായി ആരെങ്കിലും ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സംഭവമാണ്. വേദവ്യാസ മഹർഷി അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്ന് ഞാൻ പുതുതായി കണ്ടുപിടിച്ച് നിങ്ങൾക്ക് തരികയാണ്, അങ്ങനെ വല്ലതുമാണോ? അതോ ശ്രീ ശുഖബ്രഹ്മർഷി വേദവ്യാസന്റെ അടുത്തുനിന്ന് പഠിച്ചത് ഞാൻ പുതുതായി കണ്ടെത്തി നിങ്ങൾക്ക് തരികയാണ് എന്ന് പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ സനാതന ധർമ്മത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് അതിപ്പോ വേദവ്യാസം പറഞ്ഞാലും വേണ്ടില്ല, ഏതാള് പറഞ്ഞാലും വേണ്ടില്ല, പുതുതായി ഞാൻ കണ്ടുപിടിച്ച് തരികയാണെങ്കിൽ അത് നിങ്ങൾ തന്നെ വെച്ചാൽ മതി എന്ന് പറയും. നമുക്ക് വേണ്ട, നമുക്ക് പുതിയത് വേണ്ട. അതാണ് നമ്മുടെ പ്രമാണം. അത് ഏവം പരമ്പരാ പ്രോക്തം, ഇത് പരമ്പരയായിട്ട് കൈമാറി വന്നതാണോ സ്വീകരിക്കാം. അല്ല പുതുതായിട്ട് ആരെങ്കിലും കണ്ടുപിടിച്ച് തരികയാണെങ്കിലോ അത് നിങ്ങൾ തന്നെ വെച്ചാൽ മതി, അത് നമുക്ക് പറ്റില്ല. ഇത് ആര് പറഞ്ഞാലും അതെ. ബുദ്ധനെ ഭഗവാന്റെ അവതാരമായിട്ട് ഭാഗവതത്തിൽ 3-4 സ്ഥലത്ത് ഭഗവാന്റെ അവതാരമായി നമസ്കരിക്കുന്നുണ്ട്. ബുദ്ധൻ പറഞ്ഞതൊക്കെ ശരിയായി, അംഗീകരിച്ചു. പക്ഷെ ആ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. ഭഗവാന്റെ അവതാരമാണ്, ഞങ്ങൾ വേണമെങ്കിൽ ഒരു കർപ്പൂരമൊക്കെ കാണിക്കാം, നിവേദ്യം സമർപ്പിക്കാം, വന്ന് നമസ്കരിക്കാം, പ്രദക്ഷിണം ചെയ്യാം, ഒക്കെ ചെയ്യാം. ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? ഇത് പരമ്പരാപ്രോക്തമാണ് എന്ന് അദ്ദേഹം അംഗീകരിച്ചില്ല. ഇത് വൈദിക ധർമ്മമാണെന്ന് അദ്ദേഹം അംഗീകരിച്ചില്ല. ഇത് എനിക്ക് കിട്ടിയ സാക്ഷാത്കാരമാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ പറഞ്ഞു തരുന്നതാണെങ്കിൽ നിങ്ങൾ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾക്ക് വേണ്ട, അത് സ്വന്തം കയ്യിൽ വെച്ചാൽ. വ്യത്യാസം മനസ്സിലായില്ലേ? നേരെ തിരിച്ച് ബുദ്ധൻ ഉപയോഗിച്ച പല വാചകങ്ങളും പല വാക്കുകളും അതേപോലെ ഗീതയിലുണ്ട്, പല ഉപനിഷത്തുകളിലുണ്ട്. അപ്പൊ നമ്മൾ അതിനെയൊക്കെ സ്വീകരിച്ചല്ലോ. എന്താ വ്യത്യാസം? അവിടെ എവിടെയും ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടില്ല അത് ഞാൻ കണ്ടുപിടിച്ചതാണെന്ന്. അതുകൊണ്ടാണ് ഗീതയെ അംഗീകരിക്കുന്നത്. ഭഗവത്ഗീത അംഗീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ശാസ്ത്രം ധർമ്മമാണെന്നും ശാസ്ത്രമാണെന്നും ആചാര്യന്മാർ അതിനെ പൂർണ്ണമായി അംഗീകരിച്ചത് എന്തുകൊണ്ടാണ്? ഭഗവാൻ ഇത് എൻ്റെ ആണെന്ന് പറയാത്തതുകൊണ്ടാണ്. ഏവം പരമ്പരാ പ്രോക്തം, ഇത് പരമ്പരയായിട്ട് വന്നതാണ്, കൈമാറി വന്നതാണ്. ഇത് വിവസ്വാൻ മനവേ പ്രാഹ മനു ഇക്ഷ്വാകവേ അബ്രവീത്. ഇത് വിവസ്വാൻ മനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കൈമാറിയാണ് എനിക്ക് കിട്ടിയത്, പരമ്പരയായിട്ട് വന്നതാണ്. ഞാനിത് അങ്ങേക്കും പറഞ്ഞു തരണു. ഇവിടെ വെച്ച് അവസാനിക്കണില്ല. ഇത് ഇനിയും നദി ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടേ ഇരിക്കുന്ന അറിവാണ്. അപ്പൊ നമ്മൾ സ്വീകരിച്ചു. ഇവിടെ ഭാഗവതവും അതുപോലെ പുതുതായി കണ്ടെത്തിയതാണ് എന്ന് പറഞ്ഞാലോ അംഗീകരിക്കില്ല. അപ്പൊ ഈ ഭാഗവതത്തിന് ശാസ്ത്രവുമായിട്ട്, നമ്മളിവിടെ ശാസ്ത്രം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഒക്കെ വേദം എന്ന് മനസ്സിലാക്കിയാൽ മതി. ശാസ്ത്രം എന്ന് പറയുന്നിടത്തൊക്കെ വേദം എന്ന് മനസ്സിലാക്കിയാലും മതി. വേദവുമായിട്ട് എങ്ങനെയാണ് ബന്ധം? അതാണ് അടുത്ത ശ്ലോകം, മൂന്നാമത്തെ ശ്ലോകം. നിഗമകൽപ്പതരോഹോ ഗളിതം ഫലം. വേദമാകുന്ന വൃക്ഷത്തിൽ നിന്ന് ഒരു പഴുത്ത് പാകമായ ഒരു പഴം വേദവൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണത് പോലെ നിഗമ കൽപ്പതരോഹോ ഗളിതം ഫലം ശുഖമുഖാത് അമൃതദ്രവ സംയുതം. ശ്രീശുഖബ്രഹ്മർഷിയാകുന്ന കിളിയുടെ അമൃതദ്രവം, അദ്ദേഹത്തിന്റെ ആ ഭാവനയാകുന്ന അമൃതദ്രവവും കൂടി ചേർന്നിട്ടുള്ളതാണ് ഈ ഭാഗവതമാകുന്ന ഈ ഗ്രന്ഥം അഥവാ ഈ പഴം. വേദത്തിൽ നിന്ന് ഉതിർന്നു വീണ
ഒരു മധുരമുള്ള പഴമാണത്. അത് ശ്രീശുഖബ്രഹ്മർഷി കുഞ്ഞിക്കിളിക്ക് തീറ്റ കൊടുക്കുന്നതിന് വേണ്ടി അമ്മക്കിളി കൊത്തിയെടുക്കുന്നത് പോലെ ശ്രീശുഖബ്രഹ്മർഷി അത് കൊത്തിയെടുത്തതാ. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാവനയാകുന്ന ഉമിനീര് ചേർത്ത് അദ്ദേഹത്തിന്റെ വിവേക വൈരാഗ്യങ്ങളിലിട്ട് അതിനെ ചവച്ചരച്ച് പാകപ്പെടുത്തി ഭാവനയാകുന്ന ഉമിനീരും ചേർത്ത് ഒരു ജ്യൂസ് ആക്കിയിട്ട് നമുക്ക് പകർന്നു തരികയാണ്. അതുകൊണ്ടാണ് പിബത ഭാഗവതം രസം. രസം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ജ്യൂസ് തന്നെ അർത്ഥം. രസം വെച്ചാൽ ജ്യൂസാണ്. അങ്ങനെ നമുക്കത് പകർന്നു തരികയാണ്. നമ്മളതെന്ത് മാത്രമേ ചെയ്യാനുള്ളൂ? പിബത ഭാഗവതം രസം. നമ്മളത് ലയം പിബത, കോരി അങ്ങ് കുടിക്കുക. എപ്പോഴാണോ ലയിച്ച് നമ്മളില്ലാതെയാവുന്നത്, എപ്പോഴാണ് ലയിച്ചില്ലാതെയാവുക? തുടക്കത്തിൽ പറഞ്ഞ ആനന്ദം. ആ ആനന്ദത്തിൽ എത്തുമ്പോഴാണ് ലയിച്ചില്ലാതെയാവുന്നത്. അത് എപ്പോഴാണോ കിട്ടണത് അതുവരെ പിബത ഭാഗവതം രസം ആലയം. അത് ഒരു പ്രാവശ്യം കിട്ടിയിട്ട് പരീക്ഷത്ത് ലയിച്ചു പോയി. അദ്ദേഹത്തിന് ഒരു പ്രാവശ്യം വേണ്ടി വന്നുള്ളൂ. നമ്മളൊക്കെ SSLC സർട്ടിഫിക്കറ്റ് എനിക്ക് 10 ഉണ്ട് എന്ന് പറഞ്ഞാലേ ഞാൻ 10 പ്രാവശ്യം എഴുതിയിട്ടുണ്ടെന്നുള്ള അർത്ഥം. പണ്ടൊക്കെ SSLC സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യം എഴുതി ഒരെണ്ണം കിട്ടും, രണ്ടാമത്തേന് അടുത്തത് വേറെ തരും. അപ്പോൾ എത്ര മാത്രം ഉണ്ടോ അത്രയും തവണ തോറ്റു എന്നല്ലേ അർത്ഥം. അതുപോലെ ഞാൻ 375 ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ 375-ാമതായിട്ടും ആ ആലയത്തിൽ എത്തിയിട്ടില്ല എന്നാണ് അർത്ഥം. ജയിച്ചിട്ടില്ല എന്നാണ് കൂടിയാണ് ഒരർത്ഥം. പക്ഷെ ഒരു കുഴപ്പമില്ല. കാര്യം ഇതൊരു ഓട്ട മത്സരം പോലെയല്ലല്ലോ. ആദ്യം ഓടി എത്തിയത് കൊണ്ട് പ്രത്യേകിച്ച് അവാർഡും, അവസാനം എത്തിയാൽ അയാളും തോറ്റു, അങ്ങനെയില്ല. ആദ്യം എത്തിയാളും അവസാനം എത്തിയാളും അന്ത്യകാലേപി, അവസാന ശ്വാസം ഉള്ളിലേക്ക് പോക്കുമ്പോ ഈ അനുഭൂതിയിലേക്ക് എത്തിയാലും സാധുരേവസ മന്തവ്യം. ജനിക്കുമ്പോഴേ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴേ സർവസംഘ പരിത്യാഗിയായ ശ്രീശുഖബ്രഹ്മർഷിയും അവസാന ശ്വാസം പോകുമ്പോ ആ തലത്തിലെത്തിയ അജാമളനും തമ്മിൽ ആ അർത്ഥത്തിൽ ഭേദമില്ല, ഭേദത്തിന്റെ ആവശ്യമില്ല. രണ്ടുപേരും തുല്യമാവുക അവിടെ. അപ്പൊ ഈ അനുഭൂതി തലത്തിലേക്ക് വരുമ്പോ അതുകൊണ്ട് തന്നെ മുഹുരഹോ പിബത, നിങ്ങൾക്ക് ഈ ആലയത്തിലേക്ക് എത്താൻ, ഈ ലയിച്ചില്ലാതെയാവുന്ന അനുഭൂതിയിലേക്ക് എത്താൻ ഒരു തവണ പറ്റിയ സന്തോഷം, രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് വെച്ചാൽ ആവട്ടെ. ഇനി 2 അല്ല 200 ആയാലും കുഴപ്പമില്ല, 375 ആയാലും കുഴപ്പമില്ല, ഇനി വീണ്ടും ഒരു 375 വേണ്ടി വന്നാൽ അതായാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, എത്രയായാലും കുഴപ്പമില്ല. ആ ലയം പിബത, എപ്പോഴാണോ ലയിച്ച് നമ്മൾ ഇല്ലാണ്ടാവുന്നത് അതുവരെ ആവും. ഇനി അഥവാ ലയിച്ച് ആനന്ദത്തിൽ എത്തിയാൽ അവർക്കെന്താ ചെയ്യാനുള്ളത്? അവർക്ക് തന്നെയുള്ളൂ വീണ്ടും ഇതൊക്കെ തന്നെ ആവർത്തിച്ച് കേൾക്കുക. തൈത്തിരീയ ഉപനിഷത്ത് ഋഷിയുടെ ബ്രഹ്മാനുഭൂതിയെ കുറിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിങ്ങനെ ക്രമേണ കയറി വരും. അങ്ങനെ പറഞ്ഞ് ഏറ്റവും അവസാനം ആ അനുഭൂതിയുടെ തലത്തിലെത്തിയ ആള് ഇനി എന്താ ചെയ്യുക? ആ തലത്തിലെത്തിയ ആൾ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ ഋഷി ആകെ ഇങ്ങനെ നോക്കിയിട്ട് പറയാ ഹാ ഊ ഹാ ഹു ഒന്നുമില്ല, ഹാ ഊ എന്നിങ്ങനെ പറഞ്ഞിരിക്കുക എന്നുള്ള നിലയ്ക്ക് ഒരു ആനന്ദത്തെ കുറിച്ച് പറയും. അത് അവിടെ വെച്ച് നിർത്തും. എന്നിട്ട് വീണ്ടും ആദ്യത്തെ ഭാഗത്തേക്ക് വരും. സാധന ചതുഷ്ടയ സമ്പത്തി കർമാനുഷ്ഠാനങ്ങൾ വീണ്ടും കിടക്കി വരും. അങ്ങേ അറ്റത്തെത്തിയാൽ വീണ്ടും എന്താ ചെയ്യാള്? വീണ്ടും ഒന്നേന്ന് തുടങ്ങുക, വീണ്ടും ആനന്ദമായിട്ട് ഇതൊക്കെ വീണ്ടും കേൾക്കുക, വീണ്ടും ആസ്വദിക്കുക, വീണ്ടും ആനന്ദിക്കുക. അപ്പൊ മുഹുരഹോ പിബത. അപ്പൊ ആനന്ദാനുഭൂതിയിൽ ലയിച്ച ആളാണെങ്കിലും, ശ്രീശുഖബ്രഹ്മർഷിയെ പോലെയുള്ള ആളാണെങ്കിലും, അല്ല നമ്മള് ശൗനകനെ പോലെയൊക്കെ ഇനിയും ചോദ്യങ്ങളും സംശയങ്ങളും ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളാണെങ്കിലും എന്താ ചെയ്യുക? ആവർത്തിച്ച് കേൾക്കുക, ആവർത്തിച്ച് വായിക്കുക, വീണ്ടും വീണ്ടും ആസ്വദിക്കുക. മുഹുരഹോ പിബത ഭാഗവതം രസം എന്നർത്ഥം. ഇത് കഴിഞ്ഞിട്ടാണ് അധികാരിയെ കാണിച്ചു തരുന്നത്. ആരാണ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗവതത്തെ ആവർത്തിച്ച് കേൾക്കാൻ അധികാരിയായിട്ടുള്ളത്? ആരൊക്കെയാണ്? ഭുവി ഭാവുകാഹ രസികാഹ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഭുവി. ഭുവി എന്ന് വെച്ചാൽ ഭൂമിയിൽ, ഇവിടെ. കാരണം ഭാഗവതത്തിന്റെ മാഹാത്മ്യത്തില് ഈ കഥ പറയുന്നുണ്ട്. എന്താ പറയാ, സത്യലോകത്ത് ബ്രഹ്മാവിന് ഈ ഭാഗവതത്തെ പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല. സ്വർഗലോകത്തേക്ക് ദേവന്മാരിത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു, അവർക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത ദിവ്യമായ ഒന്ന് ഭൂമിയിലുണ്ട്. ഭൂമിയിലുണ്ട്. അപ്പൊ ഭൂമിയിലുള്ള ആൾക്കാർക്കേ ഉള്ളൂ. ഇത് സൂക്ഷിച്ചു പറഞ്ഞതാണ്. നമുക്ക് ഇവിടുന്ന് പറ്റിയില്ലെങ്കിൽ ഇനി അന്യലോകങ്ങളിൽ അവിടെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് പഠിച്ചേക്കാന്ന് വിചാരിക്കണ്ട. ഇവിടെ ജീവിക്കുന്ന കാലത്തെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ പഠിക്കാൻ പറ്റിയാൽ പറ്റും. നാളേക്ക് വെച്ചിരുന്നാൽ അടുത്ത ജന്മത്തിലാവാം, അല്ലെങ്കിൽ അടുത്ത ലോകത്ത് എവിടെയും പോയിട്ടാവാം എന്നൊന്നും ആലോചിക്കാനില്ല. ഇവിടെ ഇരുന്ന് ഇപ്പൊ കിട്ടിയാൽ കിട്ടി, ഇപ്പൊ ഉണ്ടെങ്കിൽ ഉണ്ട്, നാളെ എന്ന് വെച്ചിരുന്നാൽ കിട്ടില്ല എന്ന് പറയാനാണ് ഭുവി എന്ന് നമ്മൾ ഓർമ്മിപ്പിച്ചത്. ഭുവി. രണ്ടാമത്തത് ഭാവുകാഹ. ഭാവുകന്മാർ എന്ന് പറഞ്ഞാലോ പല അർത്ഥമുണ്ട്. പ്രസിദ്ധമായ അർത്ഥം ഭാഗ്യം ചെയ്തവർന്നാണ്. ഭാഗ്യം ചെയ്തവർന്നാണ്. എന്താ ഭാഗ്യം? പറയാ
നടന്നു പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റ് പോക്കറ്റിൽ വന്ന് വീണ് ഭാഗ്യം. ആ അർത്ഥത്തിൽ, അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. നമ്മളുടെ ഒരു പരിശ്രമമൊന്നും ഇല്ലാതെ, യാതൊരു പരിശ്രമവും ഇല്ലാണ്ട് വെറുതെ നമുക്ക് വന്നു ചേർന്നത് യാദൃച്ഛികം എന്നാണ് അതിന്റെ പേര്. അതാണ് അതിന്റെ പേര്, യാദൃച്ഛികം എന്നാ. അപ്പൊ ഭാഗ്യം എന്ന് വെച്ചാൽ എന്താ? ഭാഗ്യം എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ, നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നിടത്താണ് അതിന്റെ പേര് ഭാഗ്യം എന്നാണ്. മറ്റത് യാദൃച്ഛികതയാണ്, അത് നമ്മുടെ കയ്യിലുള്ളതല്ല. അതിനെ ആശ്രയിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? യാദൃച്ഛികത കൊണ്ട് നമുക്ക് സന്തോഷം വരണമെന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് സന്തോഷത്തിന്റെ താക്കോൽ ആരുടെ കയ്യിൽ തന്നെ വേണം? അത് നമ്മൾ തന്നെ വേണം ചെയ്യാൻ. അപ്പൊ സുഹൃതങ്ങളെ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ട് വേണം നമുക്ക് ഭാഗ്യം കിട്ടാൻ. ഇത് നമ്മുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാ പറയുക? സപ്താഹയജ്ഞം 375 ഇവിടെ ഉണ്ട്. 100% ഉറപ്പിച്ചൊരു കാര്യം പറയാൻ പറ്റും. 375 കേട്ടിട്ട് ഒറ്റയാളേ ഉണ്ടാവുള്ളൂ അത് അമ്പലപ്പുഴ കാണാനാവുന്നത്. ബാക്കി ഒരാളും ഇവിടെ വന്നിരിക്കില്ല. ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ടുള്ള ഒരു 375 ഒരു ദിവസം വന്നവർ ചിലപ്പോൾ ഉണ്ടാവും, 5 ദിവസം വന്നവരുണ്ടാവും, 2 ദിവസം വന്നവരുണ്ടാവും. ബാക്കി പറ്റില്ല. കാരണം എന്താ? നമുക്ക് വേറെ 100 തിരക്കുകളുണ്ട്. അത് ഇവിടെ ഇങ്ങനെ പറയാം. ഇപ്പൊ എത്ര 1000 ആൾക്കാർ അവിടെ വന്നുകൊണ്ട് അതിൽ എത്ര ആൾക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കും? വന്നിരിക്കാൻ പറ്റില്ല. ഇതില് ശ്രദ്ധയുണ്ടാവുക എന്നുള്ളതാണ് ഭാഗ്യത്തിന്റെ ആദ്യത്തെ പടി. പൊതുവെ ഭാഗ്യത്തെ കുറിച്ചിട്ട് പറയാറുള്ള 3 കാര്യങ്ങളാണ്: മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. ഇതാണ് ഭാഗ്യത്തിന്റെ ലക്ഷണമായിട്ട് പറയാറുള്ളത്. ഭാഗ്യം എന്ന് വെച്ചാൽ അതൊക്കെയാ. ഒന്ന് മനുഷ്യത്വം, അത് നമ്മൾ തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സൽക്കർമ്മങ്ങളുടെ ഫലമായിട്ട് നമുക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. മനുഷ്യൻ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. 2 കാലും, അത്യാവശ്യം ചിന്തിക്കാനുള്ള ബുദ്ധിയും, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു വ്യവസ്ഥയൊക്കെ ആയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ. മനുഷ്യത്വം കിട്ടിയിട്ടുണ്ട്. രണ്ടാമത് കിട്ടേണ്ടതാണ് മുമുക്ഷുത്വം. മനുഷ്യനായി ജനിച്ചാൽ മാത്രം പോരാ, മുമുക്ഷുത്വവും കൂടി വരണം. മുമുക്ഷുത്വം എന്ന് വെച്ചാൽ എന്താ? മുക്തി കിട്ടണം എനിക്ക്. ഞാൻ ഇപ്പോൾ ഉള്ള ഈ കടന്നു പോകുന്ന ഈ ജീവിതവും ഈ ലോകവും ഉണ്ടല്ലോ, ഇത് പൂർണ്ണമല്ല. ഇതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ എനിക്ക് ഇനിയുമുണ്ട്. മനുഷ്യനായതോടുകൂടി എൻ്റെ ജീവിതയാത്ര കല്ലായും പുല്ലായും മൃഗങ്ങളായും പക്ഷികളായും മരമായിട്ടും ഒക്കെ ജനിച്ച് മരിച്ച് ഇങ്ങനെ വന്നില്ലേ? ഈ യാത്ര മനുഷ്യനായതോടുകൂടി പൂർണ്ണമായിട്ടില്ല. ഇനി ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ എനിക്കുണ്ട്. അത് മുക്തിയിലെത്തുമ്പോഴേ പൂർണ്ണമാകുകയുള്ളൂ എന്ന് ഉള്ള ചിന്ത ഉറപ്പിക്കുന്നതാണ് മുമുക്ഷുത്വം. അതാണ് മുമുക്ഷുത്വം. അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? ഗുരുവിനെ ആശ്രയിക്കണം. ബാക്കിയൊക്കെ അതിന്റെ അനന്തര ഭാഗം, നമ്മൾ പറഞ്ഞതൊക്കെ മുമ്പോട്ട് പോയതൊക്കെ ഇരിക്കുന്നു. അപ്പൊ മനുഷ്യത്വം, മുമുക്ഷുത്വം. ഈ മുമുക്ഷുത്വം ഉണ്ടായാൽ മാത്രം പോരാ. അങ്ങനെ മുമുക്ഷ അഥവാ മുക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന അനേക കോടി ആളുകളുടെ ഇടയിൽ വളരെ അപൂർവ ആൾക്കാർക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ് മഹാപുരുഷ സംശ്രയം. മഹാത്മാക്കളെ കാണാനും അവരിൽ നിന്ന് വല്ലതും കേൾക്കാനും മനസ്സിലാക്കാനും അത് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടുക എന്നുള്ളത്, അത് അതിനേക്കാൾ ദുർലഭമാണ്. അപ്പൊ ഈ മൂന്നാമത്തെ ഏറ്റവും വലിയ കാര്യം മൂന്നാമത്തതാണ്. മനുഷ്യനായി നമ്മളൊക്കെ, നമ്മുടെ തന്നെ പുണ്യം കൊണ്ടോ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ടോ മനുഷ്യനായി. മുമുക്ഷുത്വം കുറച്ചെങ്കിലും ഉണ്ടായതുകൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ അവിടെ വന്നിരുന്നത്. ചിരിയെങ്കിലും ഉണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ വേറെ എവിടെയെങ്കിലൊക്കെ പോയിരിക്കാമല്ലോ, അതില്ലല്ലോ. അപ്പോൾ മുമുക്ഷുത്വം കുറച്ചുണ്ടായി. പക്ഷെ മൂന്നാമത്തത് കിട്ടാൻ വളരെ ഭാഗ്യം വേണം. നമ്മുടെ ആയുസ്സിൽ ഇനിയിപ്പോൾ വേദവ്യാസ മഹർഷിയെ നേരിട്ട് പോയി കാണാൻ സാധിക്കുമെന്നോ അറിയാൻ പറ്റില്ല. ഇല്ല, കാണാൻ പറ്റില്ല എന്ന് ഉറപ്പിക്കൊന്നും വേണ്ട. ശങ്കരാചാര്യര് വേദവ്യാസ മഹർഷിക്ക് പിന്നെ ഒരു 4000 കൊല്ലെങ്കിലും കടന്നു പോയിട്ടാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. ഇവരൊക്കെ സദാ ഉണ്ട്. നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചാൽ കണ്ടു വന്നേക്കാം, അതല്ല വിഷയം. അതുപോലെയുള്ള മഹാത്മാ വിവേകാനന്ദ സ്വാമിയുടെ കാലത്തല്ല നമ്മൾ ജീവിക്കണത്, രമണ മഹർഷിയുടെ കാലത്തല്ല നമ്മൾ ജീവിക്കണത്. ഇതുപോലത്തെ മഹാത്മാക്കൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് അറിയുക? മറ്റൊരു വിവേകാനന്ദൻ ഇവിടെ ഉണ്ടോ, മറ്റൊരു രമണ മഹർഷി ഇവിടെ ഉണ്ടോ എന്ന് എപ്പോഴാണ് അറിയുക? 99% നമ്മുടെ ഒരു ലോക വ്യവസ്ഥ അനുസരിച്ച്, നമ്മുടെ ഒരു യോഗമൊക്കെ അനുസരിച്ച് അവർ സമാധിയായി കഴിയുമ്പോഴാണ് നമ്മൾ പത്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ വാർത്ത കേൾക്കുമ്പോഴോ അയ്യോ ഇത് ഇത്ര മഹാത്മാവായിരുന്നു നമ്മളറിയാം. അതുവരെ നമുക്കറിയാം ഒരു ന്യായമില്ല, ഒരു സാധ്യതയില്ല. കാരണം നമ്മൾ കണ്ടാലും അറിയില്ല. അപ്പോൾ മഹാത്മാക്കളെ കാണുകയോ അവരിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്നുള്ളത് വളരെ അപൂർവമായി കിട്ടുന്ന ഭാഗ്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ ദുർലഭമായ മഹാപുരുഷ സംശ്രയത്തെ വേദവ്യാസ മഹർഷി നമുക്ക് വേണ്ടി ഗ്രന്ഥരൂപത്തിൽ പകർന്നു തരണത് എന്നർത്ഥം. ഗ്രന്ഥരൂപത്തില് ഭാഗവതത്തിൽ എന്താ വാസ്തവത്തിലുള്ളത്? ഭാഗവതത്തിലെ കഥകളെയൊക്കെ കൂടി ആറ്റിക്കുറുക്കി എടുത്ത് നോക്കിയാൽ വാസ്തവത്തിൽ എന്താ ഉള്ളത്? 1-ാമത്തെ സ്കന്ധം തൊട്ടിട്ട് 12-ാമത്തെ സ്കന്ധം വരെ മുഴുവൻ എടുത്തു നോക്കിയാൽ എന്താ വാസ്തവത്തിലുള്ളത്? അനേകായിരം ഭക്തന്മാരുടെയും മഹാത്മാക്കളുടെയും കഥകളാണ്. ഭാഗവതത്തിൽ മുഴുവനുള്ളത് എന്താ? അനേകായിരം ഭക്തന്മാരുടെ കഥകൾ. പല തരത്തിൽ ഈശ്വരനെ ആരാധിച്ച, ഈശ്വര സാക്ഷാത്കാരം നേടിയ
പലതരത്തിലുള്ള ആളുകളുടെ കഥയാണ് ഭാഗവതത്തിലുള്ളത്. അതുള്ള പ്രധാനമായിട്ട് ഭാഗവതത്തിലുള്ളത്. അപ്പൊ ആ മഹാപുരുഷന്മാരെ നമുക്ക് മുമ്പിൽ ഭാഗവത രൂപത്തിൽ വേദവ്യാസ മഹർഷി കൊണ്ടുവന്നു തരികയാണ്. അങ്ങനെ കൊണ്ടുതരികയാണ് ചെയ്തത്. അതാണ് ഭാഗവതത്തിന്റെ മഹത്വം. അപ്പൊ മഹാപുരുഷ സംശ്രയത്വം ഭാഗവത രൂപത്തിൽ സുലഭമായിട്ട് വിതരണം ചെയ്യാം. നമുക്ക് ഒരാളെ കാണാനേ ബുദ്ധിമുട്ട്, ഒരാളെ കേൾക്കാനേ ബുദ്ധിമുട്ട് എന്നിരിക്കെ ഒന്നും രണ്ടും അല്ല, ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് മുമ്പിൽ ഓരോരുത്തരെയായി കൊണ്ടുതരികയാണ് 7 ദിവസം. എന്തിനാ ഇത്രയധികം ആൾക്കാരെ കൊണ്ടുതരണത്? അതില് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും ഉൾക്കൊള്ളാനാവില്ലല്ലോ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ലല്ലോ, അവരുടെ ആശയങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയത് വരില്ലല്ലോ. അപ്പൊ അതില് ഇത്രയും അനേകായിരം ഭക്തന്മാരെ കാണിച്ചു വരുമ്പോൾ അതിലേതെങ്കിലും ചില ആൾക്കാരെയൊക്കെ നമുക്ക് ഒരു താതാത്മ്യം തോന്നും, അവരോട് നമുക്കൊരു ബന്ധം തോന്നും, നമുക്ക് അവരോടൊരു സ്നേഹം തോന്നും, അവരുടെ ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ തോന്നും. അതാണ് ഭാഗവതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും അനേകം ഭക്തന്മാരെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരണതിന്റെ ഉദ്ദേശം എന്താണ്? അങ്ങനെ ഈ ഒരു ഉദ്ദേശം അനേക ആൾക്കാരിൽ നിന്ന് ആരെങ്കിലുമൊക്കെ, ചിലർക്ക് അംബരീഷന്റെ കഥ കേൾക്കുമ്പോഴായിരിക്കും സന്തോഷം തോന്നും. അംബരീഷന്റെ കഥയും അംബരീഷന്റെ ജീവിതത്തിൽ പകർത്താം. ചിലർക്ക് അജാമിളനാണ്, ചിലർക്ക് സുധാമാവാണ്, വേറെ ചിലർക്ക് കപിലനാണ്, കർദമ പ്രജാപതിയാണ്, മനുവാണ്. ഇങ്ങനെ എത്രയോ ആളുകളുണ്ടല്ലോ, പ്രഹ്ലാദനുണ്ട്, ധ്രുവനുണ്ട്. ഇങ്ങനെ അനേകം ആളുകളിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ചില ഭക്തന്മാരെ നമുക്ക് ഉൾക്കൊള്ളാനും സ്വാംശീകരിക്കാനും അവരിൽ നിന്ന് ചില പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും നമുക്ക് ഉപകരിക്കും. അതിനുവേണ്ടി അനേകം മഹാത്മാക്കളെ കൊണ്ടുതരികയാണ്. അതാണ് ഭാഗവതം നമുക്ക് ചെയ്തു തരുന്ന മറ്റൊരു ഭാഗ്യം. അപ്പൊ ഭാഗ്യം എന്ന് വെച്ചാൽ എന്തൊക്കെയാ? ഭുവി ഭാവുകാഹ, ഭൂമിയിൽ ഭാഗ്യം എന്ന് വെച്ചാൽ എന്താ? ഇതാണ് ഭാഗ്യം. ഈ ദുർലഭമായ മഹാപുരുഷത്വവും മനുഷ്യത്വവും മുമുക്ഷുത്വവും നമ്മുടെ മുമ്പിൽ കൊണ്ടുതരണം എന്നുള്ളതാണ്. ഇനി ഇതൊക്കെ പുറത്തുനിന്ന് വന്ന കാര്യമാണ്. ഇനിയിപ്പോ നമുക്കൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്, അതും കൂടി പറയുമ്പോഴാണ് ഇത് പൂർണ്ണമാവുക. രസികാഹ. ഇതിന് നമ്മളെന്താ വേണ്ടത്? രസികന്മാരായിട്ടിരിക്കണം. രസികത്വം എന്ന് പറഞ്ഞാൽ എന്താ? രസത്തെ ആസ്വദിക്കാനുള്ള കഴിവാണ് രസികത്വം എന്ന് പറയുന്നത്. രസത്തെ ആസ്വദിക്കുക. ഒരു കലയോ സാഹിത്യമോ സംഗീതമോ എന്തെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് അതിനെ ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളത്, അത് ഉൾക്കൊള്ളാൻ പറ്റുക. അതിന്റെ ആ കലാകാരൻ അല്ലെങ്കിൽ കവി, ഒരു സാഹിത്യകാരൻ, സംഗീതജ്ഞൻ എന്താണോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അത് അദ്ദേഹം എങ്ങനെയാണോ അവതരിപ്പിക്കുന്നത് അതേപോലെ ഇവിടെ സ്വാംശീകരിക്കാനുള്ള കഴിവിന്റെ പേരാണ് രസികത്വം എന്നുള്ളത്. ഒരു ശാസ്ത്രീയമായ കലകൾക്കൊക്കെ അതിന്റെ പുറകിൽ ഒരു രസികത്വം വേണം, അത് ആസ്വദിക്കണമെങ്കിൽ. നേരെ തിരിച്ച് അങ്ങനെ അല്ലാത്ത ഇപ്പൊ സിനിമാറ്റിക് ഡാൻസ് അത് ആസ്വദിക്കാൻ നിങ്ങൾക്ക് എന്താ വേണ്ടത്? പ്രത്യേകിച്ചൊന്നും വേണമെന്നില്ല. അവിടെ പോയിരുന്നാൽ പോലെ അവരിങ്ങനെ അങ്ങോട്ടും കൂടെ ഒക്കെ ചാടും, നമ്മൾ കണ്ടിരുന്നാൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് ആസ്വദിക്കാന്നില്ല. നേരെ തിരിച്ച് ഒരു ഭരതനാട്യമോ ഒരു കഥകളിയോ ആസ്വദിക്കണമെങ്കിലോ അപ്പൊ അതിന്റെ പുറകിൽ നമുക്ക് അതിനെക്കുറിച്ച് ചില അറിവുണ്ടാവണം. അല്ലെങ്കിൽ പണ്ട് അല്ലേ കഥകളി കാണാൻ പോയ സായിപ്പിന്റെ കഥ കേട്ടില്ലേ? കഥകളി ഗംഭീരമായിട്ട് നടക്കുക, സായിപ്പ് മുമ്പിലിരുന്ന് ഗംഭീരമായിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് കുറച്ചു നേരം കഴിയുമ്പോൾ സായിപ്പ് തലയൊക്കെ കുലിക്കുക ഏശ് എന്ന് പറയും. അപ്പൊ ഈ കളിക്കും കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ആള് കളി മുറുകി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തല കുലിക്കും ഏശ് എന്ന് പറയും. ഈ കളിക്കണ ആൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ തോന്നുന്നു താൻ എന്തോ തെറ്റുപറ്റിപ്പോയി, അതുകൊണ്ടാണല്ലോ ഇയാള് ഹൈ ഹൈ എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഇയാൾക്ക് സംശയമായി. അപ്പൊ കുറച്ചു നേരമൊക്കെ അയാൾ നോക്കിയിരുന്നു. പിന്നെ അയാൾക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഈ കളിക്കണ വേഷക്കാരന് മാത്രമല്ല പിന്നണിയിൽ പാട്ട് പാടുന്നയാൾക്ക് സംശയം, ഇനി എന്റെ പാട്ട് തെറ്റിയിട്ടാണോ ഇയാൾ തല കുലിക്കണത്? അയാൾക്ക് സംശയമായി. കൊട്ടണയാൾക്ക് സംശയം, എന്തിനു പോകണം, വെറുതെ തിരശ്ശീല പിടിക്കണാണല്ലേ. അയാൾക്കെന്നെ സംശയം, ഞാൻ പിടിച്ചത് തെറ്റിയിട്ടാണോ നീ ഇയാള് തെറ്റി എന്ന് പറയണത്? തെറ്റി ഇയാളെ നടക്കണ തെറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ആകെ ഒരു വിധത്തിൽ കഥകളിയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഈ വേഷക്കാരും കൊട്ടുകാരും പാട്ടുകാരും എല്ലാവരും കൂടി ഈ തലകുലുക്കിയ സാഹിബിനെ ഒരു വിധത്തിൽ പിടിച്ചുകൊണ്ടുപോയി ഈ അണിയറയിൽ കൊണ്ടിരുത്തിയിട്ട് എല്ലാവരും കൂടി മുമ്പിൽ എന്നിട്ട് ചോദിച്ചു, അങ്ങ് പറഞ്ഞു തരണം എന്താ തെറ്റിയത്? ഞങ്ങൾക്കൊക്കെ ആരുടെയെല്ലാം തെറ്റിയത് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, എന്താ തെറ്റ് പറ്റിയത് പറഞ്ഞു തരണം. നിങ്ങളെ തെറ്റ് പറ്റിയ കാര്യമല്ല ഞാൻ പറയണത്. ഞാനിങ്ങനെ എണ്ണി നോക്കുമായിരുന്നു. ഈ കിരീടത്തില് അലിക്കുകൾ തൂക്കിയിട്ടുണ്ടാവുമല്ലോ, അതിങ്ങനെ എണ്ണി ഒരു പകുതി എണ്ണി വരുമ്പോഴാണ് ഈ വേഷക്കാരൻ വട്ടത്തിൽ 4 കറക്കം കറങ്ങും. എന്റെ എണ്ണം തെറ്റി. പിന്നെ വീണ്ടും ഇപ്പുറത്തുനിന്ന് എണ്ണി വരുമ്പോഴാണ് ഇയാൾ വീണ്ടും ഒരു വട്ടം കറങ്ങുക. അപ്പൊ എന്റെ എണ്ണം വീണ്ടും തെറ്റി. അപ്പൊ അത് തെറ്റിയ കാര്യമാണ് ഞാൻ തെറ്റി എന്ന് പറഞ്ഞു. അത് രസികത്തല്ല, അതല്ല ഇവിടെ രസികത്വം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രസികത്വം എന്ന് വെച്ചാൽ എന്താ വിഷയം? എന്താണോ ഇയാൾ ഇവിടെ അവതരിപ്പിച്ചത് അത് ആസ്വദിക്കാനുള്ള കഴിവാണ്. അത് ആസ്വദിക്കണമെങ്കിൽ എന്ത് വേണം? വേഷത്തെക്കുറിച്ചും കഥയെക്കുറിച്ചും കഥയിലെ മുദ്രകളെക്കുറിച്ചും പുറകിൽ നടക്കുന്ന സംഗീതത്തെക്കുറിച്ചും താളത്തെക്കുറിച്ചിട്ടും ഇങ്ങനെ ആ കഥകളി എന്നുള്ള വിഷയത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു സാമാന്യ അറിവ് നമുക്കുണ്ടാവണം. അപ്പോഴാണ് അത് ആസ്വദിക്കാൻ സാധിക്കുക, അല്ലെ? ഭാഗവതം രസികന്മാർക്കുള്ളതാണെന്ന് പറയുമ്പോൾ ഭാഗവതത്തിൽ ഇതൊക്കെ എന്താ വേണ്ടത്?
ഒരു സാമാന്യമായ അറിവ് വേണം, സാമാന്യമായ വിഷയജ്ഞാനം വേണം. ഏത് വിഷയത്തെക്കുറിച്ചുള്ള ജ്ഞാനം? ഏതാ വിഷയം? ഇവിടുത്തെ വിഷയം ആരാ? ഇത് ആരെ കുറിച്ചാ പറയാനുള്ളത് ഭാഗവതത്തിൽ? അല്ല, ഭഗവാനെ കുറിച്ചിട്ടല്ല വിഷയം. നമ്മൾ തെറ്റി പോവാണ്. പിന്നെ ഈ തുടക്കം തൊട്ടേ നമ്മൾ പറഞ്ഞു ഇവിടെ വിഷയം ആരെ കുറിച്ചുള്ളതാണ്? ഇത് നമ്മളെ കുറിച്ചാണ്. എന്റെ സത്യസാക്ഷാത്കാരമാണ് ഇവിടെ വിഷയം. ഭഗവാൻ ഇനി സാക്ഷാത്കരിക്കാനൊന്നുമില്ലല്ലോ. ഭഗവാനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിട്ട് ഭഗവാൻ ആവശ്യമൊന്നുമില്ല. ഭഗവാനെ അറിയേണ്ടത് ആരുടെ ആവശ്യം? അപ്പൊ നമ്മളെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്, ഭഗവാനെ കുറിച്ചല്ല. ഇത് നമ്മളെ കുറിച്ചാണ് പറയാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് വിഷയം. ഇവിടെ പറയാനുള്ള വിഷയം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഭഗവാനെ നമുക്ക് കാണിച്ചു തരികയാണ്. ഭഗവാനെ സാക്ഷാത്കരിക്കാനുള്ള ഉപാധിയെ കുറിച്ചാണ് പറയണത്. അല്ലാതെ ഇപ്പൊ ഇവിടുത്തെ വിഷയം എന്താ? ഞാനാണ് വിഷയം. എന്നെ കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത്. അത് നമുക്ക് നല്ല വ്യക്തമായ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. പലപ്പോഴും അത് നഷ്ടപ്പെട്ട് ഇത് ഭഗവാനെ കുറിച്ച് എന്ന് പറയുമ്പോൾ എവിടെയാ വിഷയം എന്ന് വെച്ചാൽ ഭാഗവത് അങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മള് ഭഗവാനെ നല്ല ഫ്രെയിമൊക്കെ ഇട്ട് ചില്ലൊക്കെ ഇട്ടിട്ട് മാലയൊക്കെ ചാർത്തി അവിടെ ചുമരിൽ വെക്കണത് പോലെ ഭാഗവതം നമ്മളൊരു മൂലയ്ക്ക് കൊണ്ട് വെച്ചോളെ. ഇത് എന്നെ കുറിച്ചാണ് പറയുന്നത്. എന്റെ വിഷയമാണ്, എന്റെ ജീവിതമാണ്. അപ്പൊ ഇവിടെ സാമാന്യമായ ധാരണയും സാമാന്യമായ ചിന്തയും സാമാന്യമായ വിഷയജ്ഞാനവും ഒക്കെ എന്തിനെ കുറിച്ചാണ് വേണ്ടത്? എന്റെ ജീവിതത്തെ കുറിച്ചാണ് വേണ്ടത്. എന്നെ കുറിച്ച് ഞാൻ ആലോചിക്കണം, എന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കണം. ഞാൻ എങ്ങോട്ടാ ജീവിച്ചു പോണത്, ഈ ജീവിതത്തിൽ എനിക്ക് എന്താ നേടാനുള്ളത്, ഞാൻ എങ്ങോട്ടാ പോണതെന്ന് സ്വയം ചിന്തിക്കണം. അവർക്കുള്ളതാണ് വിഷയം. അതാണ് രസികത്വം. അവിടെയാണ് രസികത്വം. അപ്പൊ എന്നെയാണ് ഞാൻ രസിക്കാനുള്ളത്. ആത്യന്തികമായി ഈശ്വരനെ അവിടെയല്ല കാണിച്ചു തരേണ്ടത്. ആത്യന്തികമായിട്ട് ഈശ്വരനെ കാണിച്ചു തരേണ്ടത് ഞാനും ആ ഈശ്വരന്റെ ഭാഗമാണ്. ഇവിടെ ഈശ്വരൻ അവിടെയല്ല, ഈശ്വരൻ ഇവിടെയൊന്നും അല്ല പറയണത്. വ്യത്യാസം മനസ്സിലായി? ഈശ്വരൻ അവിടെയാണെന്നും അല്ല പറയണത്, ഈശ്വരൻ ഇവിടെയാണ് എന്നും അല്ല പറയണത്. ഇത് രണ്ടും കൂടി ഒന്നാണെന്നാണ് പറയണത്. അവിടെയല്ല ഇവിടെയല്ല, ഇതെല്ലാം കൂടി ഒന്നാണ്. അവിടെ ഇവിടെ എന്ന വേർതിരിവില്ല എന്നാണ് പറയുന്നത്. വ്യത്യാസം ക്ലിയർ ആണല്ലേ? അതുകൊണ്ട് നമുക്ക് സാക്ഷാത്കരിക്കാനുള്ളത് എന്നെ തന്നെയാണ്. എന്നെ തന്നെയാണ് തിരിച്ചറിയാനുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ വിഷയം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ രസികനാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ എന്നെ കുറിച്ച് നല്ലോണം ആലോചിക്കണം, എന്നെ കുറിച്ച് നല്ലോണം ചിന്തിക്കണം. നമ്മൾ ഏറ്റവും കുറച്ച് ചിന്തിക്കുന്നത് എന്നെ കുറിച്ചാണ്. നമ്മൾ നാട്ടുകാരെ കുറിച്ച് ചിന്തിക്കും. കാരണം നാട്ടുകാർ എന്നെ കുറിച്ച് എന്ത് പറയണമെന്നാണ് അത് നാട്ടുകാരെ കുറിച്ചുള്ള ചിന്തയാണ്. മറ്റുള്ള ആളുകൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു, ഇതൊക്കെയാണ് നമുക്ക് ചിന്തിക്കാനുള്ളത്. ലോകം എന്നെ എങ്ങനെ കാണുന്നു, അതൊക്കെ ലോകത്തെ കുറിച്ചുള്ള ചിന്തയാണ്. എന്നെ കുറിച്ചിട്ടാണ് ചിന്തിക്കേണ്ടത്. അത് രണ്ടും വളരെ വ്യത്യാസമുണ്ട്. ഞാനിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഇവിടുത്തെ വിഷയം. 3 ശ്ലോകത്തിൽ ഭാഗവതത്തിന്റെ വിഷയത്തെ, ഭാഗവതത്തിൽ എന്തൊക്കെയാണോ പറയേണ്ടതിനെ സമഗ്രമായിട്ട് ചുരുക്കിയോട് 3 ശ്ലോകത്തിൽ പറഞ്ഞു. ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞതിനെ വീണ്ടും കൂടുതൽ വിസ്തരിച്ചിട്ട് 3 അധ്യായത്തിലേക്ക് വികസിപ്പിച്ചു. 3 വാക്കിൽ പറഞ്ഞു, അതിനെ 3 ശ്ലോകത്തിലേക്ക് വലുതാക്കി, പിന്നെ അതിന് 3 അധ്യായത്തിലേക്ക് വലുതാക്കി. 3 അധ്യായത്തിൽ ഇതേ ആശയം തന്നെ വീണ്ടും വിസ്തരിച്ചു പറഞ്ഞു. ഈ 3 അധ്യായത്തിൽ പറഞ്ഞിട്ട് അതും നമുക്ക് വേണ്ടത്ര മനസ്സിലാക്കാൻ പറ്റണില്ലെങ്കിലോ എന്നാ ഒട്ടും കുറയ്ക്കേണ്ട, 335 അധ്യായം കിടക്കട്ടെ, നിങ്ങള് കൂടുതൽ വായിച്ചോളൂ. എന്നിട്ട് അത് 335 അധ്യായം ഒരു പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലായിട്ടില്ലെങ്കിലോ കുഴപ്പമില്ല, 375 പ്രാവശ്യം സപ്താഹം നടത്തിക്കോളൂ. അത്രയേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു വലുതായി വികസിപ്പിച്ച് വളരെ വിസ്തരിച്ച് പറഞ്ഞു തരാം. ഇതാണ് അതിന്റെ ഒരു ക്രമം. ഭാഗവതത്തിന്റെ വിഷയത്തെ ഒരു ആമുഖമായിട്ട് പറഞ്ഞവിടെ വെച്ച് നിർത്തുകയാണ് നമ്മൾ. ഇനി കുറച്ച് 2-3 അധ്യായങ്ങളും കൂടി വായിച്ചതിന് ശേഷം നമുക്ക് ഭാഗവതം നമുക്ക് എങ്ങനെയാണ് പരമ്പരയായിട്ട് കിട്ടിയത് ഈ വിഷയത്തെ കുറിച്ചിട്ട് കാണാം. വ്യാസ നാരദ സംവാദം. ഇന്ന് വേദവ്യാസ ജയന്തിയാണ്. അടുത്ത വിഷയമായിട്ട് നമുക്ക് ഈ വ്യാസ പൂർണിമ ദിനത്തിലെ വേദവ്യാസ മഹർഷിയെ തന്നെ നമുക്ക് കാണാം.